ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു എന്ന ആ ചിന്തയിൽ നമ്മൾ കഴിഞ്ഞ 2 സെഷനിലായിട്ട് യേശു പൂർണ്ണ ദൈവമാണ് എന്ന കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നാം തീത്തോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച വാക്യം മഹാദൈവമാണ്. അതേസമയം തന്നെ തീമത്യോസിൽ നമ്മൾ തുടക്കത്തിൽ വായിച്ച ആ വാക്യം അവിടുന്ന് മനുഷ്യനായ ക്രിസ്തുയേശു എന്നാണ്. അപ്പോൾ യേശു പൂർണ്ണ ദൈവമാണ് എന്ന് പറയുന്നത് ആ സത്യത്തിൻ്റെ ഒരു വശമാണ്. മറ്റേ വശം കൂടെ പറഞ്ഞാലേ ഈ കാര്യം വ്യക്തതയുള്ളതായി തീരുകയുള്ളൂ. അതുകൊണ്ട് തുടർന്നുള്ള 2 സെഷനിലായിട്ട് നമുക്ക് യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വം, യേശു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള വിഷയമാണ് നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു പൂർണ്ണ മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ജനനം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബൈബിളിൽ പ്രവചനമുണ്ടായിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ ആ വാക്യം കാണുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കാണുന്നു. ഒരാൾ എവിടെ ജനിച്ചു എന്നുള്ളതാണ് ആ ആളിൻ്റെ ജനനത്തിൻ്റെ ഉത്ഭവം. ആ ഒരു കാര്യം അത് നോക്കിയാണ് ഏത് ഇതിലാണ് ജനിച്ചത്, ഏത് കുലത്തിലാണ് ജനിച്ചത്, ഏത് വംശത്തിലാണ് ജനിച്ചത്. ജനനം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. യേശു ദൈവപുത്രൻ കന്യക ഗർഭിണിയായി ഒരു കന്യാജനനത്തിലാണ് താൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യ സ്ത്രീയിൽ ആ നിലയിലാണ് യേശു ഉരുവായി വന്നത് എന്ന് പറയുമ്പോൾ, തൻ്റെ ജനനത്തെ നോക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് ആ ജനനം തന്നെ വിരൽ ചൂണ്ടുന്നു. ഇവിടെ യെശയ്യാവ് പറയുന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നാണ് പറയുന്നത്. ഈ കാര്യം നിറവേറുന്നത് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ യെശയ്യാവിൽ ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗം കോട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. 1-ന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വിധമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിനെ വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട ശേഷം നമുക്കറിയാം ആ കാര്യങ്ങൾ അങ്ങനെ. അവിടെ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ച യെശയ്യാവ് 7-ന്റെ 14 എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യെശയ്യാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചത് ഇവിടെ മറിയയിലാണ് അത് യാഥാർത്ഥ്യമായത് എന്ന് ദൈവവചനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങളിലേക്ക് വരുമ്പോഴും ഈ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഇതൊരു അത്ഭുതമാണ്. എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് മറിയ ദൂതനോട് ചോദിക്കുന്നു. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് മറിയ ചോദിക്കുന്നു. അതിന് ദൂതൻ 35-ാമത്തെ വാക്യം, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കണ്ടോ, ഇത് നമ്മൾ കന്യാജനനം എന്ന് പറയുമ്പോൾ ഒരു കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുന്നു എന്ന കേവല അത്ഭുതത്തിനപ്പുറത്ത് അവിടെ അത്യുന്നതൻ്റെ ശക്തി തന്നെ അവളുടെ മേൽ നിഴലിട്ട് അവളിൽ ഉണ്ടാകുന്ന കുഞ്ഞ് ഒരു വിശുദ്ധ പ്രജയാണ്, അങ്ങനെ ആയിരിക്കും എന്ന ലൂക്കോസ് ഇവിടെ കുറച്ചുകൂടെ വ്യക്തതയോടെ എഴുതുകയാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ ലൂക്കോസ്, ഈ സുവിശേഷകാരന്മാർ അവർ
അവരൊക്കെയും അവരായിരുന്ന പശ്ചാത്തലത്തിൻ്റെ ഒരു സ്വാധീനം അവരുടെ എഴുത്തുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുവിശേഷകാരന്മാരിൽ ലൂക്കോസാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇത്ര വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലൂക്കോസ് ഏകദേശം 2 വലിയ അധ്യായങ്ങൾ, 80 വാക്യമുള്ള 1-ാമത്തെ അധ്യായം, 52 വാക്യങ്ങളുള്ള 2-ാമത്തെ അധ്യായം, അങ്ങനെ 2 മുഴുനീള അധ്യായങ്ങൾ യേശുവിൻ്റെ ജനനം എന്ന കാര്യം വിശദീകരിക്കാനായിട്ട് എടുത്തിരിക്കുക. മർക്കോസ് വളരെ വേഗത്തിൽ പറഞ്ഞു പോയി. മത്തായി കഷ്ടിച്ചൊരു അധ്യായം എടുത്ത് ആ കാര്യം പറഞ്ഞു പോയി. യോഹന്നാൻ ആ കാര്യം പറയുന്നതേ ഇല്ല. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കം മുതലാണല്ലോ ആ കാര്യങ്ങൾ പറയുന്നത്, അതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ 4 സുവിശേഷകാരന്മാരുള്ളതിൽ ലൂക്കോസ് മാത്രം യേശുവിൻ്റെ ഈ അത്ഭുതകരമായ ജനനം, അതായത് ഒരു കന്യകയായിരിക്കെ, ഒരു മനുഷ്യ പെൺകുട്ടി, ഇസ്രായേലിലുള്ള ഒരു പെൺകുട്ടി, അവൾ കന്യകയായി അങ്ങനെ ഇരിക്കുന്ന കാലത്തിൽ പെട്ടെന്ന് അവൾ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ലൂക്കോസ് എന്തിനാണ് ഇത്രയും അന്വേഷിച്ചു പോയത് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ: ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു എന്നുള്ളത് അതിനുള്ള മറുപടി. എന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രത്തിന് എപ്പോഴും പിടികിട്ടാത്ത ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന കന്യാജനനം. ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ, ഒരു എൻജിനീയർ ഉണ്ടെങ്കിൽ, ഒരു വണ്ടി കണ്ടാൽ എൻജിനീയർക്കൊരു ശ്രദ്ധയുണ്ട്, മറ്റൊരാൾക്ക് അവരവരായിരിക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അതിനെക്കുറിച്ചൊരു ഉത്കണ്ഠയുണ്ട്. ഓരോ കാര്യത്തെ നമ്മൾ കാണുകയും വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിന് നമ്മുടെ അതിനൊരു സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ കൂട്ടത്തിൽ സുവിശേഷകാരന്മാരിൽ ബൈ പ്രൊഫഷൻ ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു, അന്നത്തെ ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇതിൻ്റെ അകത്തെ പിടികിട്ടാത്ത വശം യേശുവിൻ്റെ ജനനം, എന്നാൽ പിന്നെ അതൊന്നും പഠിച്ചു കളയാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ താല്പര്യമൊക്കെ വന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തി പഠിച്ച്, അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. ശ്രീമാനായ തെയോഫിലോസ് ആദ്യം മുതൽ കണ്ട സാക്ഷികളും ഇതൊക്കെ ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട്, അതിൻ്റെ 1-ാമത്തെ വാക്യം ലൂക്കോസ് താൻ ഈ സുവിശേഷം ചമയ്ക്കുന്നതിനെക്കുറിച്ച് പറയുക, അത് ക്രമമായി എഴുതുന്ന ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു എന്നൊരു ചെറിയ ഖണ്ഡിക പറഞ്ഞിട്ടാണ് ലൂക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് താൻ പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തപ്പോൾ ഈ കന്യാജനനം ഒരു പിടികിട്ടാത്ത ഒരു കാര്യമാണ്, വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാനൊക്കാത്ത ഒരു കാര്യമാണ്. താൻ അത് പഠിച്ച് താൻ അത് പറയുമ്പോൾ നോക്കുക, മറ്റു പല സുവിശേഷകാരന്മാരും വിരൽ ചൂണ്ടാത്ത ചില കാര്യങ്ങളിലേക്ക്, എങ്ങനെയാണ് ഒരു പെൺകുട്ടി, അവൾ എങ്ങനെയാണ് ഗർഭിണിയായത്, ഈ കാര്യം അത്യുന്നതൻ്റെ ശക്തി അവളുടെ മേൽ നിഴലിടും, അങ്ങനെ ഒരു വിശുദ്ധ പ്രജയാണ് ഈ കാര്യം. അതിൻ്റെ ക്ലൂ ലൂക്കോസാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ കന്യാജനനമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ ദൈവിക ശക്തി, ദൈവത്തിൻ്റെ അതുല്യ ശക്തി ഒരു മനുഷ്യ പെൺകുട്ടിയുടെ മേൽ നിഴലിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിതമാകുന്നു എന്ന് പറയുമ്പോൾ ഈ കന്യാജനനം അല്ലാതെ ദൈവത്തിന് വേറെ മാർഗമില്ലായിരുന്നോ എന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. കന്യാജനനം, ഇങ്ങനെ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഗർഭിണിയായി, അല്ലെങ്കിൽ അത്യുന്നതൻ്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ട് അങ്ങനെ അവൾ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നതല്ലാതെ വേറെ സാധ്യതകളൊന്നുമില്ലായിരുന്നു. കന്യാജനനത്തിന് നമ്മളായിരുന്നെങ്കിൽ ഈ കാര്യം ക്രമീകരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് വേറെ 2 സാധ്യതകളെങ്കിലും ഉണ്ടായിരുന്നു. വേറെ 2 സാധ്യതകൾ. ഒന്നെന്ന് പറയുന്നത്, പിതാവായ ദൈവത്തിന് ഈ ഭൂമിയിൽ തൻ്റെ പുത്രൻ പിറക്കണമെങ്കിൽ, പുത്രൻ വന്ന് ഒരു ദൗത്യം നിർവഹിച്ച് പോകണമെങ്കിൽ ആ പുത്രന് വേണ്ടി ഒരു മനുഷ്യ ശരീരത്തിന് രൂപം നൽകുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഒരു മനുഷ്യ ശരീരത്തിന് രൂപം നൽകി ആ മനുഷ്യ ശരീരം ധരിച്ചവനായിട്ട് യേശു ഭൂമിയിൽ വന്ന് ആ ദൗത്യം നിർവഹിച്ച് അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ.
അല്ലാതെ ഇങ്ങനെ ഒരു കുഞ്ഞിൽ ആയിട്ട് ജനിച്ച് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞത് വ്യക്തമായോ? ഒരു മനുഷ്യ ശരീരത്തിന് രൂപം നൽകുക, ആ മനുഷ്യ ശരീരത്തിലേക്ക് തൻ്റെ പുത്രനെ കടത്തിവിടുക. അപ്പോൾ പുത്രൻ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളത് ചെയ്തിട്ട് മടങ്ങിപ്പോവുക. അത് മതിയായിരുന്നല്ലോ. ഈ കന്യാജനനം എന്നൊരു കാര്യം വേണ്ടായിരുന്നല്ലോ. എന്ന് തന്നെയല്ല, നമ്മൾ പഴയ നിയമത്തോട് ചേർത്ത് ഈ കാര്യം പഠിക്കുമ്പം പഴയ നിയമത്തിൽ പലയിടത്തും ഇങ്ങനെ ആ കാര്യം നടന്നിരുന്നത്. അതായത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നോക്കുക. വലിയവനായ യഹോവ ഒരു മനുഷ്യന് പ്രത്യക്ഷനാകുന്ന ഒരു രംഗം അവിടെ വിവരിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന് യഹോവ പ്രത്യക്ഷനായ ഒരു രംഗമാണ്. അവൻ നമ്മൾ വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം 18-ന്റെ 1 മുതലുള്ള വാക്യം. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പം ചെന്നു, അവരെ സ്വീകരിച്ചു, അവരെ വൃക്ഷത്തിൻ്റെ കീഴിലിരുത്തി. അവിടെ ചെന്നിട്ട് എന്ന് തന്നെയല്ല, അവർക്ക് ഒരപ്പം വെക്കട്ടെ എന്ന് ചോദിച്ചു. ആട്ടെന്ന് പറഞ്ഞു. അപ്പവും ഇറച്ചിയും കൂടെ അത് കഴിച്ചു. ഇതെല്ലാം അബ്രഹാം ശുശ്രൂഷിച്ച് നിന്നു. ഭാര്യ സാറ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. എല്ലാം നമ്മളവിടെ കാണുന്നു. അവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈ വന്നത് ആരാണ്? ഈ വന്നത് ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ് വന്നത്. തിയോളജിയൻസ് സാധാരണ പറയുന്നത് പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തൃത്വത്തിലെ രണ്ടാമനായ പുത്രൻ തമ്പുരാനാണ് എന്ന് ചില തിയോളജിയൻസ് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വന്നത് അബ്രഹാമിന് പ്രത്യക്ഷനായി 2 ദൂതന്മാരോടൊപ്പം യേശുക്രിസ്തുവാണ് മനുഷ്യവേഷത്തിൽ വന്ന് ഈ നിലയിൽ അബ്രഹാത്തോട് സംസാരിച്ചതെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് വന്നാൽ പോരായിരുന്നു? 2000 വർഷം മുമ്പ് വന്ന് ഈ കാര്യം ചെയ്യാൻ വരുന്നല്ലോ എന്ന് തന്നെയല്ല. ഞാനൊരു നമ്മുടെ എപ്പിസ്കോപ്പൽ സഭകളിൽ പാടുന്ന ഒരു പാട്ട് ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ പാട്ടുകാരൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ ആ പാട്ടിൽ അദ്ദേഹം എപ്പോഴും ഈ ഒരു ഭാഗം പറയാറുണ്ട്. അദ്ദേഹം പറയുന്നത്, ആ പാട്ട് വളരെ മനോഹരമായ പാട്ടാണ്. അദ്ദേഹം പറയുന്നത്, ആ പാട്ടുകാരൻ പറയുന്നു, വലിയവനായ ദൈവം എനിക്കൊരു അത്ഭുതം സഹിക്കുന്നില്ല. എന്താ അത്ഭുതം? ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എനിക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല. വലിയവനായ ദൈവം, ആ ദൈവം വന്ന് അബ്രഹാത്തിൻ്റെ കൂടാരത്തിൽ വന്നിട്ടൊരു അപ്പവും ഇറച്ചിയും കൂടെ കഴിക്കുക എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതകരമായ കാര്യമാണ് എന്നാണ് ആ പാട്ട് പറയുന്നത്. ഒരളവിൽ ശരിയല്ലേ? വലിയവനായ ദൈവം വന്ന് മനുഷ്യവേഷത്തിൽ വന്ന് അബ്രഹാമിൻ്റെ കൂടാരത്തിൽ വന്ന് അബ്രഹാം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നു. കൂടാരത്തിനകത്തോട്ട് കൊണ്ടുപോയില്ല, വൃക്ഷത്തിൻ്റെ ചുവട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സഹോദരിമാരൊക്കെ വീട് വൃത്തിയാക്കി സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പറയാം, നിൻ്റെ പൂർവ്വ മാതാവായ സാറാ പോലും ഒരു അതിഥിയെ വീട്ടിൽ കൈക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലല്ല കൂടാരം സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് അബ്രഹാം വൃക്ഷത്തിൻ്റെ ചുവട്ടിലാ കൊണ്ട് തമാശ പോട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരളവിൽ ദൈവത്തിന് ഒരു മനുഷ്യനെ സന്ദർശിക്കണമെങ്കിൽ ഒരു വേഷമെടുത്ത് വരാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ നമ്മൾ ആ രംഗം കണ്ടു. ഇതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ വരുമ്പോൾ അതിൻ്റെ 21-ാം അധ്യായത്തിൽ ഹാഗാറിന് ദൈവദൂതൻ പ്രത്യക്ഷനായ രംഗം, ആ ഭാഗമൊക്കെ പുത്രൻ തമ്പുരാൻ്റെ പ്രത്യക്ഷതയായിട്ടാണ് തിയോളജിയൻസ് പറയുന്നത്. 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 32-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും നമ്മൾ അവിടെ ഒരു ദൂതൻ എന്ന് പറയുമെങ്കിലും ദൈവം തന്നെയാണ് തൻ്റെ പ്രത്യക്ഷത ആയിട്ട് നമ്മൾ കാണുന്നത്. യാക്കോബിൻ്റെ അടുത്ത് 32:24 അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. കണ്ടോ? 3 രംഗങ്ങളെങ്കിലും നമ്മളിവിടെ എടുത്തു പറഞ്ഞു. ഒന്ന്, അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം വന്നു, ഒരു മനുഷ്യരൂപത്തിൽ വന്നു. ഹാഗാറിൻ്റെ അടുത്ത് ഒരു ദൂതനായിട്ട് വന്നു. അതുപോലെ തന്നെ ഇവിടെ ഇത് യാക്കോബിൻ്റെ അടുത്ത് വന്നു, യാക്കോബിനോട് മല്ല് പിടിച്ചു. മല്ല് പിടിച്ചപ്പം തീർച്ചയായും ഒരു ശരീരമൊക്കെ ഉണ്ടാകണമായിരിക്കാമല്ലോ, നമുക്കറിയില്ല. എങ്കിലും നമുക്ക് പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം മനുഷ്യൻ്റെ ഒരു വേഷമെടുത്ത് ആ വേഷത്തിൽ വന്ന രംഗങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യവേഷത്തിൽ തന്നെ ആ കാലത്തികവിങ്കൽ
ഒരു ദൈവം, പിതാവായ ദൈവം ഒരു മനുഷ്യരൂപം എടുക്കുക, ആ ഒരു മനുഷ്യരൂപം സൃഷ്ടിക്കുക, ആ മനുഷ്യരൂപത്തിലേക്ക് തൻ്റെ പുത്രനെ അയക്കുക, ആ പുത്രൻ വന്ന് ഈ രക്ഷണ്യ പ്രവൃത്തി പൂർത്തിയാക്കുക. കാൽവരി ക്രൂശിൽ മരിക്കുകയൊക്കെ ചെയ്യട്ടെ, അതെല്ലാം കഴിഞ്ഞ് അങ്ങ് മടങ്ങിപ്പോവുക. കന്യാജനനം കൂടാതെ അങ്ങനെ ഒരു സാധ്യത ഇല്ലായിരുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാധ്യത അത് ചെയ്താൽ അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താ? അങ്ങനെ വന്നാൽ ദൈവം പൂർണ്ണ മനുഷ്യൻ ആവുകയില്ല. ഒരു മനുഷ്യ വേഷത്തിൽ വന്നു, പക്ഷേ ജനനത്തിലാണല്ലോ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജനനത്തിലാണല്ലോ, ഒരു മനുഷ്യകുലത്തിൽ ജനിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് താൻ ഒരു പൂർണ്ണ മനുഷ്യനാവുകയില്ല. അങ്ങനെ വന്നൊരു രക്ഷണ്യ പ്രവൃത്തി ചെയ്തേച്ച് പോയാൽ കണ്ടോ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു പൂർണ്ണ മനുഷ്യനാകേണ്ടത് എത്രത്തോളം ആവശ്യമായിരുന്നു. പഴയ നിയമത്തിൽ ചെയ്തതുപോലെ ഒരു മനുഷ്യരൂപമെടുത്ത് വന്ന് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു പൂർണ്ണ മനുഷ്യൻ വന്ന് വേണം ഈ രക്ഷണ്യ പ്രവൃത്തി ചെയ്യാൻ എന്നുള്ളത് കൊണ്ടാണ് യേശു വന്ന് ആ കന്യാജനനം ഉണ്ടാകേണ്ടതായിട്ട് വന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് വന്നു? യേശു 10 മാസം ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിലായിരുന്നു. അങ്ങനെയൊക്കെ പറയുന്ന വല്ല തെറ്റുണ്ടോ? നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മതബോധത്തെ അത് വല്ലാതെ വെല്ലുവിളിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ 10 മാസമായിരുന്നു, നൊന്തു പ്രസവിച്ചു. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലും നിങ്ങളുടെ യേശു പൂർണ്ണ മനുഷ്യനാകണമെങ്കിൽ അങ്ങനെ തന്നെയൊക്കെ വേണ്ടേ? നൊന്തു പ്രസവിച്ചു, മുല കൊടുത്തു വളർത്തി. ഞാൻ ഇവിടെ പോകുമ്പോൾ യേശുവിൻ്റെ പല ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ കുടമാളൂരെന്ന് പറയുന്ന നമ്മൾ ഈ താമസിക്കുന്ന ഈ സ്ഥലം ഒരു കാതലിക് പ്രോമിനൻ്റായ ഒരു ഏരിയ. ഇവിടെ 1-2 പലചരക്ക് കടകളാണ് ഉള്ളത്. ഞാൻ പണ്ട് മുതലേ ഇവിടെ പോകുമ്പം ഒരു കത്തോലിക്കനായ ഒരു സഹോദരൻ, പ്രായമുള്ള ഒരു അച്ചായൻ നടത്തുന്ന ഒരു കടയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പൈസ വാങ്ങി പെട്ടിയിലിടുന്ന അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിന് പിന്നിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കന്യാമറിയത്തിൻ്റെയും യേശു കുഞ്ഞിൻ്റെയും പല ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ ചിത്രം മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അത് എവിടുന്നാണ് കിട്ടിയെന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ട്. ഞാൻ ഇതേവരെ ചോദിച്ചില്ല. അത് ഞാൻ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. ആരാ അത് രചിച്ചതെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അതിങ്ങനെയാണ്: മറിയയുടെ കയ്യിൽ യേശു ഇരിക്കുന്നു, മറിയ മുല കൊടുക്കുന്നു, കുഞ്ഞത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മുടെ അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? മനുഷ്യനായി വന്നു, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പിറന്നു, നൊന്തു പ്രസവിച്ചു, പാല് കുടിച്ചു, അങ്ങനെ താൻ ഈ ഭൂമിയിൽ ജീവിച്ചു, താൻ മരിച്ചു, ഈ ഭൂമിയിൽ തന്നെ സംസ്കരിച്ചു, ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പം ഈ ശരീരം ഇവിടെ ഉപേക്ഷിക്കാതെ ഈ ശരീരവും കൂടെ കൊണ്ടുപോയി. നോക്കുക, മനുഷ്യത്വം എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിത് കാണുന്തോറും നമ്മുടെ അത്ഭുതം വർദ്ധിച്ചു വരും. നമ്മൾ മനുഷ്യൻ എത്ര നിസ്സാരൻ എന്നെല്ലാം നമ്മൾ പറയുമെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതുപോലെ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചിന്തിച്ചതുപോലെ, ദൈവം, വലിയവനായ ദൈവത്തിന് കഴിഞ്ഞകാല നിത്യതയിൽ തന്നെ ഈ മനുഷ്യനെക്കുറിച്ച് ചിന്തയുണ്ടായതും ഒക്കെ നമ്മൾ ആലോചിച്ചാൽ ദൈവത്തിൻ്റെ സകല പ്രവൃത്തിയുടെയും ഒരു കേന്ദ്രം പോലെ മനുഷ്യൻ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലാണ് സത്യത്തിൽ മതി വരിക. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ ദൈവം വന്ന് ഒരു രക്ഷണ്യ പ്രവൃത്തി പൂർത്തിയാക്കണമായിരുന്നു. ആ പൂർത്തിയാക്കാൻ ഒരു കന്യാജനനം കൂടാതെ വേണമെങ്കിൽ ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ താൻ വരുന്ന യേശു പൂർണ്ണ മനുഷ്യനാകുകയില്ല എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യകുലത്തിൽ നിന്നൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു. അവൾ ഗർഭിണിയായി, അത്യുന്നതൻ്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടു. അവൾ ഗർഭിണിയായി, അവൾ കുഞ്ഞിനെ ഉദരത്തിൽ പേറി, നൊന്ത് പ്രസവിച്ചു, മുല കൊടുത്ത് വളർത്തി. ഈ കുഞ്ഞ് വളർന്നു, അവസാനം ഒരു മനുഷ്യനെ പോലെ മരിച്ചു. മർത്യൻ സമം മരണമുള്ളവൻ മരിച്ച് ഈ ഭൂമിയിൽ തന്നെ സംസ്കരിച്ചു കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോഴെങ്കിലും
ഉയർത്തെഴുന്നേറ്റ് പോയപ്പോഴെങ്കിലും ഈ ശരീരം ഇവിടെ ഒരു പഴയ വസ്ത്രം പോലെ ഈ ശരീരത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് കർത്താവ് അങ്ങ് പോയില്ലല്ലോ. ഇതെല്ലാം കാണിക്കുന്നത് സത്യത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മൾ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ചുരുക്കത്തിൽ ഈ ഒരു കാര്യം ചെയ്യാതിരുന്നത് പൂർണ്ണ മനുഷ്യനാകുകയില്ല എന്നുള്ളത് കൊണ്ടാണ് താൻ അങ്ങനെ ഒരു മനുഷ്യരൂപമെടുത്ത് വന്ന് കന്യാജനനം കൂടാതെ വന്ന് രക്ഷണീയ പ്രവൃത്തി പൂർത്തിയാക്കാൻ ഒരുമ്പെടാതിരുന്നതിൻ്റെ കാരണം അതാണ് എന്ന് നമ്മൾ കണ്ടു. രണ്ടാമതൊരു സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവർ. ഈ നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യം എബ്രായ ലേഖനക്കാരൻ വളരെ കുറച്ചുകൂടെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കാര്യങ്ങളിങ്ങനെ അനലൈസ് ചെയ്ത് പറയുമ്പോൾ കുറച്ച് വിഷമം തോന്നുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞ പോലെ, എബ്രായ ലേഖനം വായിക്കുമ്പോൾ എബ്രായ ലേഖനക്കാരനും ഇങ്ങനെയായിരുന്നു. ഇതങ്ങ് ഡൗൺ ടു എർത്തായിട്ട് പറയുന്നുണ്ട്. അതായത് യേശു വലിയവനായ ദൈവം ഈ ഭൂമിയിൽ വന്നെന്ന് പറയുമ്പം എബ്രായ ലേഖനക്കാരന് ഒരു പ്രയോഗം നടത്തുന്നുണ്ട്, ജഡരക്തങ്ങളോടുകൂടി അവൻ. അതെന്താ കാണിക്കുന്നത്? യേശുവിന് ഒരു ജഡമുണ്ടായിരുന്നെന്നും രക്തമുണ്ടായിരുന്നെന്നും ഒക്കെ തന്നെ, അല്ലാതെ ഒരു മായാക്കാഴ്ചയായിരുന്നില്ല, ഒരു ഫാൻറ്റം പോലെ, ഒരു മായാവി പോലെ. ഇത് കേവലം ഒരു നാടകമായിരുന്നില്ല, ഇത് ശരിക്കും റിയലായിരുന്നു, ജഡരക്തങ്ങളോടെ. എന്തിനാ? പൂർണ്ണ മനുഷ്യനാകണമെങ്കിൽ അത് വേണമായിരുന്നു. കർത്താവ് ആ നിലയിലാണ് വന്നത്. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, നമ്മൾ വേണമെങ്കിൽ കന്യാജനനം കൂടാതെ ഒരു മനുഷ്യരായ മാതാപിതാക്കൾക്ക് തന്നെ, അപ്പനും അമ്മയും രണ്ടുപേരും മനുഷ്യർ, ആ മനുഷ്യരായ മാതാപിതാക്കൾക്ക് തന്നെ യേശു ജനിക്കുന്നു. ജനിച്ചു വീഴുമ്പം തന്നെ യേശുവിനെ ദൈവത്വത്തിലേക്ക് ഉയർത്തുന്നു, ദൈവമായിട്ട് ആക്കുന്നു. അങ്ങനെ പോരായിരുന്നു. ഞാനിത് ഉച്ചകഴിഞ്ഞ സമയത്ത് നമ്മുടെ വന്യമായ ചില ചിന്തകൾക്ക് വേണ്ടി വിടുന്നതല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്താൽ നമ്മൾ ഈ കാര്യം തന്നെ മറ്റ് ചില മതങ്ങളിലെ അവതാരങ്ങളോട് ചേർത്ത് ചിന്തിക്കണം. മറ്റ് ചില മതങ്ങളിൽ, ഞാനിപ്പോൾ ഒരു പൊതുവേദി ആയതുകൊണ്ട് അത് പറയുന്നില്ല, മനുഷ്യനായിട്ട് ജനിച്ചു, മനുഷ്യരായ അപ്പനും അമ്മയ്ക്കും ജനിച്ചു, പക്ഷേ എന്തായി? ദൈവമായി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകരുതായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? അങ്ങനെ ചെയ്താൽ വേറൊരു കുഴപ്പമുണ്ട്. എന്താ? അവിടുന്ന് പൂർണ്ണ ദൈവം ആകുകയില്ല. ആദ്യത്തേതിൽ പൂർണ്ണ മനുഷ്യനാകുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ ആ സാധ്യത, അതായത് മനുഷ്യരായ മാതാപിതാക്കൾക്ക് ജനിച്ചു വീണ മാത്രയിൽ തന്നെ ദൈവത്വത്തിലേക്ക് ഉയർത്തി. ദൈവത്തിനൊന്നും അസാധ്യമില്ലല്ലോ, ദൈവത്തിന് സകലവും സാധ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഉടനെ തന്നെ ദൈവമാക്കി. അങ്ങനെ വന്നിട്ട് ആ കുഞ്ഞ് വളർന്ന് കാൽവറി ക്രൂശിൽ മരിച്ച് രക്ഷണ്യ പ്രവൃത്തി പൂർത്തിയാക്കി പോയാൽ അവിടെ എന്താ പ്രശ്നം? എന്താ? അവൻ്റെ ജനനം എവിടെ? മനുഷ്യരായ മാതാപിതാക്കൾക്കാണ്. അവൻ ദൈവത്വം എന്ന് പറയുന്ന, പൂർണ്ണ ദൈവത്വം എന്ന് പറയുന്ന കാര്യം അവിടെ വരുന്നില്ല. ആദ്യത്തേതിൽ പൂർണ്ണ മനുഷ്യത്വം വരുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇതിൽ പൂർണ്ണ ദൈവത്വം വരുന്നില്ല. അപ്പോൾ സത്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള എല്ലാ ലോജിക്കും വെച്ച് നോക്കിയാൽ ദൈവത്തിനാകപ്പാടെ ഒരു സാധ്യതയുള്ളായിരുന്നു. എന്തേ ഉള്ളായിരുന്നു? ഈ കന്യാജനനം മാത്രമേ ഒരു സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ ഈ കന്യാജനനം ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന, ലൂക്കോസ് വിശദാംശങ്ങളോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നിലയിൽ അത്യുന്നതൻ്റെ ശക്തി, ദൈവിക ശക്തി ഒരു പെൺകുട്ടിയുടെ മേൽ, മനുഷ്യകുലത്തിലെ ഒരു പെൺകുട്ടിയുടെ മേൽ നിഴലിട്ട് അങ്ങനെ അതിൽ നിന്ന് ഒരു ജനനമുണ്ടായപ്പോൾ പൂർണ്ണ ദൈവവുമായി പൂർണ്ണ മനുഷ്യനുമായി. അല്ലാത്ത വേറെ ഏത് സാധ്യത നോക്കിയാലും ഒന്നുകിൽ പൂർണ്ണ മനുഷ്യനാകുകയില്ല, അല്ലെങ്കിൽ പൂർണ്ണ ദൈവമാകുകയില്ല എന്നുള്ള പ്രശ്നം ഉണ്ട്. ഇവിടെ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട്, എനിക്കറിയാം. നമ്മൾ ഈ പറഞ്ഞ കന്യാജനനം ആ കാര്യം അങ്ങനെയാണെങ്കിൽ ഈ മറിയ, അതൊരു പഴയ ഒരു ക്വസ്റ്റ്യനാണ്. മറിയയിലൂടെ
ഈ മനുഷ്യകുലത്തിലെ പൂർവാർജിതമായ പാപം, ഇൻഹെറിറ്റഡ് സിൻ, ജന്മപാപം എന്ന് പറയുന്നത് യേശുവിൽ കടക്കുമായിരുന്നില്ലേ, കടന്നിട്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നോ പ്രിയപ്പെട്ടവരെ? നമ്മൾ പറഞ്ഞു വരുന്ന കന്യാജനനം മാത്രമേ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ശരി, കന്യാജനനം മാത്രമേ പോസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളെങ്കിൽ പൂർണ്ണ ദൈവമാകണമെങ്കിൽ ദൈവത്വത്തിൻ്റെ ആ ഘടകം വരുമ്പം തന്നെ മാനുഷികമായ പാപം വന്നാൽ ദൈവത്വം അവിടെ വരികയില്ലല്ലോ. ആ ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആദാമിൻ്റെ ഒരു പിതാവിൻ്റെ ലൈൻ എന്തില്ല? യേശുവിൻ്റെ ജനനത്തിൽ ഒരു മനുഷ്യനില്ല. മറിച്ച് ആ സ്ഥാനം ആർക്കാണുള്ളത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അല്ലെ അത്യുന്നതൻ്റെ ശക്തി, ആ കാര്യമാണ് അവിടെയുള്ളത്. പിന്നെ മാനുഷികമായ ഒരു ലൈൻ യേശുവിലേക്ക് വരുന്നത് എവിടുന്നേ ഉള്ളൂ? മറിയയിലൂടെ വരികയുള്ളൂ. പക്ഷേ മറിയയിലൂടെ വന്നാലും മറിയ ആണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത്. ശരി, മറിയ പ്രസവിച്ചെന്ന് പറഞ്ഞാലും മറിയയും ഒരു അപ്പൻ്റെയും അമ്മയുടെയും, മനുഷ്യരായ ഒരു അപ്പൻ്റെയും അമ്മയുടെയും മോളല്ലായിരുന്നോ? മറിയയിലും എന്തുണ്ട്? അവളുടെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ജന്മപാപം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ? ആ പാപം അപ്പം മറിയയിലൂടെ യേശുവിലേക്ക് വരികയല്ലേ? അങ്ങനെ വന്നാൽ പൂർണ്ണ ദൈവത്വം എങ്ങനെയാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുക, അവിടെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. നമ്മൾ വിചാരിക്കും നമ്മളിവിടെ തൂത്തുട്ടി കവലയിൽ ഇതിൻ്റെ അകത്ത് കൂടി 2017 ഫെബ്രുവരി മാസം 24 നമ്മൾ കുറച്ച് പേരുടെ പ്രശ്നമാണ്. നമ്മുടെ മാത്രം പ്രശ്നമല്ല, പണ്ട് മുതലേ ഉള്ള പ്രശ്നമാണ്. റോമൻ കത്തോലിക്ക സഭ, ആദ്യ സഭ, അവർക്കിത് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ കാര്യത്തെ പഠിച്ചിട്ട് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ തിയറി എന്നൊരു തിയറി കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ മറിയ എന്തായിരുന്നു? മറിയ ജന്മപാപമില്ലാതെ, പൂർവാർജിതമായ ഒരു പാപമില്ലാതെ ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്ത്രീയായിരുന്നു മറിയ. എന്ന് വെച്ചാൽ മറിയ ഒരു വിശുദ്ധയായിരുന്നു. മറിയയ്ക്ക് എന്തില്ലായിരുന്നു? മറിയയ്ക്ക് ജന്മപാപമില്ലായിരുന്നു. അതുകൊണ്ട് മറിയയുടെ സന്തതിയായിട്ട് യേശു ജനിച്ചപ്പം മനുഷ്യകുലത്തിലെ ആ പാപത്തിൻ്റെ ലൈൻ യേശുവിലേക്ക് വന്നില്ല എന്നാണ് അവരെല്ലാം കൂടെ കണ്ടുപിടിച്ച ഒരു തിയറി. പക്ഷേ ഈ തിയറിക്കൊരു പ്രശ്നമുണ്ട്. ഈ തിയറിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ശരി, മറിയ വിശുദ്ധയായിരുന്നു, പക്ഷേ മറിയയുടെ അമ്മ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ലേ? അവർക്ക് മറിയ എങ്ങനെയാണ് ഉണ്ടായത്? മറിയയുടെ അപ്പനും അമ്മയും തമ്മിലുള്ള സംയോഗത്തിൻ്റെ ഫലമായി മറിയ ഉണ്ടായപ്പം ഈ മറിയയുടെ അമ്മയിൽ നിന്ന് ആ ഘടകം ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അനന്തമായിട്ട് അങ്ങ് നീളുക. ചുരുക്കത്തിൽ അതിനൊരു മറുപടിയില്ല. നമ്മളിതൊക്കെ പറയുമ്പോൾ തന്നെ, ഞാനിതെല്ലാം പറയുമ്പോൾ തന്നെ ഞാനൊരു ഭയത്തോടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വിശദീകരിക്കാം. അതായത് നമ്മൾ 1 ശമൂവേലിൽ നമ്മൾ ഒരു വാക്യം കാണുന്നുണ്ട്. 1 ശമൂവേൽ അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ 19-ാമത്തെ വാക്യം, 6-ന്റെ 19-ാമത്തെ വാക്യം, ബേത്ശേമേശ്യർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. ഇങ്ങനെ യഹോവ ജനത്തിൽ ഒരു മഹാസംഹാരം ചെയ്തതുകൊണ്ട് ജനം വിലപിച്ചു. എന്താ ഈ സംഭവം? നമുക്കറിയാം. ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയ പെട്ടകം, ദൈവത്തിൻ്റെ പെട്ടകം എന്തായിരുന്നു? പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പെട്ടകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ എഴുന്നള്ളി വസിച്ചിരുന്നു. ആ ദൈവസാന്നിധ്യമുള്ള പെട്ടകം ഫെലിസ്ത്യർക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റിയില്ല. ആ ചെന്നിടത്തെല്ലാം പ്രശ്നമായി. അവസാനം അവരവരുടെ പ്രശ്നക്കാരെ എല്ലാം വെച്ച് നോക്കിയപ്പം
ഈ പെട്ടകം കൊണ്ടാണ് നമുക്ക് കുഴപ്പം, ഇത് എത്രയും വേഗം ആ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് അങ്ങ് തിരിച്ചയക്കണം. നമുക്ക് ആ സംഭവം അറിയാം. അവരെന്ത് ചെയ്തു? അവരെ നിലയിൽ പെട്ടകം ഒരു വണ്ടിയിൽ വെച്ച് പശുക്കൾ നേരെ കരഞ്ഞുകൊണ്ട് അത് നേരെ ഇസ്രായേലിൻ്റെ താവളത്തിലേക്ക് ചെന്നതും, ഇസ്രായേലിനെ കൊയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തലപൊക്കി നോക്കിയപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച പെട്ടകമുണ്ട് വണ്ടിയിൽ വരുന്നു. അവരുടനെ ആ പെട്ടകം ഇറക്കി വെച്ച് ആ പശുക്കളെ തന്നെ അതിന് യാഗമായിട്ടൊക്കെ അർപ്പിച്ച് അങ്ങനെ ചെയ്ത് തിരിച്ച് പെട്ടകം കിട്ടിയ ഒരു സന്ദർഭമാണിത്. പക്ഷേ അവിടെ 6:19 നമ്മൾ വായിച്ചത് എന്താ? ഈ ബേശേമേശ്യർ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ തന്നെയാണ്. ഇസ്രായേൽ മക്കളിലെ ആ പ്രദേശത്തുള്ളവരാണ്. അവർ ഈ പെട്ടകത്തിൽ എന്തോ ചെയ്തു? ആ പെട്ടകത്തിൽ ഉറ്റു നോക്കിയത് കൊണ്ട് ദൈവം അവരെ സംഹരിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം എന്തിനാ ഈ ബേശേമേശ്യർ ഈ പെട്ടകത്തിൽ ഉറ്റു നോക്കിയത്? അവർക്കൊരു മാനുഷികമായ ഒരു ആ നിലയിൽ അറിയാനൊരു തൃഷ്ണയുണ്ടായിരുന്നു. ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത്, ദൈവം എങ്ങനെയാ, ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്താ, ഇതറിയാൻ വേണ്ടി അവരൊരു സാധാരണ വസ്തുവെ നോക്കുന്നത് പോലെ ഒരു റെവറൻസ് ഇല്ലാതെ, ഒരു ദൈവഭയമില്ലാതെ അവർ ഈ പെട്ടകത്തിൽ ഉറ്റുനോക്കി. ഫലം എന്തായിരുന്നു? ദൈവം അവരെ സംഹരിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പെട്ടകം ആരുടെ നിഴലായിട്ട് നിൽക്കുന്നു? യേശുക്രിസ്തുവിൻ്റെ നിഴലായിട്ട് നിൽക്കുന്നു. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി ആരിലാണ് വസിക്കുന്നത്? യേശുവിലാണ് വസിക്കുന്നത്. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശു, ആ യേശുവിനെ തിരുവെഴുത്തുകൾ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ എഴുതപ്പെട്ട ഈ വചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. നമുക്ക് മാനുഷികമായ ഒരു തൃഷ്ണയുണ്ട്. ഇതെങ്ങനെയായിരിക്കുന്നത്? യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു? അങ്ങനെയാണോ ഇങ്ങനെയാണോ? അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിൻ്റെ അകത്ത് എൻക്വയറിക്ക് പോകരുത് എന്നുള്ള ഒരു ആ നിലയിലുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഈ ബേശേമേശ്യർക്ക് സംഭവിച്ച ഈ കാര്യത്തെ എടുക്കുന്നത്. അതുകൊണ്ടൊരു ദൈവഭയത്തോടെ തന്നെ ഞാനിവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പറഞ്ഞതുപോലെ യേശുവിൻ്റെ ജനനത്തിന് ഈ കന്യാജനനമല്ലാതെ വേറൊരു സാധ്യത ഇല്ലായിരുന്നു. എന്ത് വരണമെങ്കിൽ? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകണമെങ്കിൽ കന്യാജനനം മാത്രമേ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പോസിബിലിറ്റിയെ നമ്മൾ പിന്നെ ഒന്നുകൂടൊന്ന് അടുത്ത് നിന്ന് പഠിക്കുമ്പം നമ്മൾ കാണുന്നു, അങ്ങനെയാണെങ്കിൽ തന്നെ മറിയയിലൂടെ, മറിയയുടെ അമ്മയിലൂടെയും ഒക്കെ ആ ആദാമ്യ വംശത്തിൻ്റെ ആ ഒരു പാപത്തിൻ്റെ ഒരു ട്രേസ് ഇങ്ങോട്ട് വരാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി എന്താ നമുക്ക് പറയാനുള്ളത്? നമുക്ക് റോമൻ കത്തോലിക്ക സഹോദരന്മാരെ പോലെ നമുക്ക് യേശുവിൻ്റെ അമ്മ മറിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയും അമ്മയുടെ അമ്മയെ വിശുദ്ധയായിട്ട് അതിൻ്റെ അമ്മയെ ചുരുക്കത്തിൽ നമ്മൾ പ്രഖ്യാപിച്ച് ഹവ്വായെ വരെ പ്രഖ്യാപിച്ചാലേ നമുക്കിതിനൊരു പരിഹാരം കാണാനൊക്കെ ഉള്ളൂ. അതല്ല അപ്പോൾ അതിൻ്റെ പരിഹാരം. മറിച്ച് എന്താ ഇതിനൊരു സാധ്യത? നമ്മൾ പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പം നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ മറുപടി സത്യത്തിൽ മുമ്പേ നമ്മൾ വായിച്ച വാക്യത്തിൽ അതിൻ്റെ ക്ലൂ കിടപ്പുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാം വചനത്തിൽ അതിൻ്റെ ക്ലൂ കിടപ്പുണ്ട്. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവ് ഈ മറിയുടെ മേൽ നിഴലിടും. മറിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇവളുടെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി ഇവളുടെ മേൽ നിഴലിടും. അപ്പോൾ ഉണ്ടാകുന്ന ആ പ്രജയെ എന്താ വിളിച്ചേക്കുന്നത്? വിശുദ്ധ പ്രജ എന്നാ വിളിച്ചേക്കുന്നത്. അതെങ്ങനെ ഒരു മനുഷ്യ സ്ത്രീക്കുണ്ടായ കുഞ്ഞല്ലേ, അതെങ്ങനെ വിശുദ്ധ പ്രജയാകുന്നത്? അതിൻ്റെ മറുപടി പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ അതിൻ്റെ സൂചനകൾ കിടപ്പുണ്ട്.
പഴയ നിയമം നമ്മൾ പുറപ്പാട് പുസ്തകവും ലേവ്യ സംഖ്യ ഈ പുസ്തകങ്ങളും വായിക്കുമ്പം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അശുദ്ധി വന്നാൽ ആ അശുദ്ധിയെ പരിഹരിക്കാനുള്ള ചില ഉദവികൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശുദ്ധീകരണ ജലം, അല്ലെങ്കിൽ അതുപോലെ തന്നെ എണ്ണ, അഭിഷേകം ചെയ്യുന്ന എണ്ണ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുക, അല്ലെങ്കിൽ അത് ദഹിപ്പിച്ച് അതിൻ്റെ ചാരം വെള്ളത്തിൽ കലക്കി. ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും പുറപ്പാടിലും ആവർത്തനത്തിലും ഒക്കെ നമ്മൾ കാണുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ അവിടെ ചില വിശുദ്ധീകരിക്കുന്ന വസ്തുക്കളുണ്ടായിരുന്നു. ആ വിശുദ്ധീകരിക്കുന്ന വസ്തുക്കൾ ഇതേൽ തൊട്ട് കഴിയുമ്പം ഇതും എന്തായി, ഇതും വിശുദ്ധമായി എന്ന് പ്രഖ്യാപിക്കുകയാണ് ദൈവം ചെയ്തത്. ഇത് ഈ സംഭവത്തിൻ്റെ ഒരു നിഴലായിട്ട് നമുക്കെടുക്കാം. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വിശുദ്ധീകരിക്കുന്ന വസ്തുക്കളൊക്കെയും എങ്ങാണ്ടൂന്ന് സ്വർഗത്തൂന്ന് നൂലെ കിട്ടി ഇറക്കിയ വസ്തുക്കളൊന്നുമല്ല. നിങ്ങൾ വായിച്ചാൽ ഇപ്പം വിശുദ്ധ തൈലം അതൊക്കെ എടുത്ത് വായിക്കാൻ നമുക്ക് സമയമില്ല. ഈ തൈലം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാൽഹീൻ ഇന്ന എണ്ണ കൊണ്ടുവരണം, സുഗന്ധപ്പശ ഇത്ര, ഇന്നത് ഇത്ര, ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടും ഇതിൻ്റെയൊക്കെ ഒരു അളവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ കൂട്ടും അളവും ഒക്കെ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഈ ഉദ്ദേശിക്കപ്പെട്ട കാര്യത്തിന് ഉദ്ദേശിക്കപ്പെട്ട പുരോഹിതനല്ലാതെ വേറെ ആരെങ്കിലും ഇത് കൊള്ളാമല്ലോ, നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിക്കളയാമെന്നും പറഞ്ഞ് നിങ്ങൾക്ക് മണക്കേണ്ടതിന് ഇത് വല്ലതും ഉണ്ടാക്കിയാൽ എന്തോ പറ്റും, പ്രശ്നമാകുമേ എന്ന് ദൈവം അവിടെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വിശുദ്ധീകരിക്കുന്ന വസ്തുക്കൾ സ്വർഗത്ത് നിന്ന് നൂലെ കെട്ടി ഇറക്കിയ വസ്തുക്കളൊന്നുമല്ല, മറിച്ച് അവർ തന്നെ കൈകാര്യം ചെയ്യുന്ന എണ്ണയും സുഗന്ധപ്പശയും അതും ഇതിൻ്റെ എല്ലാം കൂട്ട്, അതിൻ്റെ ഇത്ര, അതിൻ്റെ അളവും അതിൻ്റെ ഘടകങ്ങളും അവിടെ വിവരിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവർക്കുണ്ടാക്കുന്ന ഒരു സാധനമാണ് വിശുദ്ധ വസ്തു. ഈ വിശുദ്ധ വസ്തു അശുദ്ധമായ കാര്യങ്ങൾക്ക് എതിരെയുള്ള ആ യാഗങ്ങളോ ഇതൊക്കെ ചെയ്തേച്ച് ഈ ജലം തളിക്കുകയോ ഈ ശുദ്ധീകരിക്കുന്ന വസ്തു വിതറുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പം, അല്ലെങ്കിൽ ഇതിൽ വന്ന് തൊടിയിച്ച് കഴിയുമ്പം ഈ അശുദ്ധമായത് എന്തായി പ്രഖ്യാപിച്ചു? വിശുദ്ധമായി എന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ ഇതിൻ്റെ ഇപ്പോൾ സംഭവിച്ചതിൻ്റെ വളരെ 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 നേർത്ത ഒരു ഷാഡോ ആയിരിക്കും ഒരുപക്ഷെ ഇത്. ഇവിടെ നമ്മൾ എന്താ സംഭവിച്ചത്? അത്യുന്നതൻ്റെ ശക്തി ഒരു മനുഷ്യ സ്ത്രീയുടെ മേൽ നിഴലിട്ടു. അതിലുണ്ടായത് ഒരു പ്രജയുണ്ടായി. അതിനെ വിശുദ്ധ പ്രജ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് ദൈവം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. പഴയ ഉടമ്പടിയിലും അങ്ങനെ ചെയ്തിരുന്നു. ഈ വിശുദ്ധ വസ്തുവുമായിട്ട്, ഈ വിശുദ്ധ അഗ്നിയുമായിട്ടൊരു സ്പർശമുണ്ടായപ്പോൾ അതെന്തായി തീർന്നു? അത് വിശുദ്ധമായി തീർന്നു. അപ്പോൾ ഇവിടെ മനുഷ്യ സ്ത്രീ ആണെങ്കിലും അത്യുന്നതൻ്റെ ശക്തിയുമായിട്ടുള്ള ഒരു സ്പർശം ഇതിനെ എന്താക്കി തീർത്തു? ഇതിൻ്റെ ജന്മഭാവമുണ്ടെങ്കിൽ അത് ഈ കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളിവിടെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഇതൊരു പ്രസക്തിയുണ്ട്. നമ്മൾ ആരായിരുന്നു? നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് പാപികളും ദോഷികളും ഒക്കെയായ ആളുകളായിരുന്നു. ആദാമ്യകുലത്തിൽ ജനിച്ച ആളുകൾ. ആദാമ്യകുലത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്കും എന്തുണ്ട്? ജന്മപാപം നമുക്കുണ്ട്. ജന്മപാപവും കർമ്മപാപവും ഉള്ള മനുഷ്യരായിരുന്നു നമ്മൾ. ജനന സമയത്ത് ഉള്ള ജന്മപാപം, കർമ്മപാപം, ഇതെല്ലാമുള്ള കർമ്മം കൊണ്ടുള്ള കർമ്മപാപം, ഇതെല്ലാമുള്ള ആളുകളായിരുന്നു നമ്മൾ. ഒരു സുപ്രഭാതത്തിൽ ദൈവവചനം കേട്ടു. കർത്താവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ചുള്ള ആ സുവിശേഷം കേട്ടു. ആ സദ്വാർത്തയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ദിവ്യ ജനനമാണ് സംഭവിച്ചത്. ഉയരത്തിലെ പരിശുദ്ധാത്മാവ് എന്തു വന്നു? നമ്മുടെ ഉള്ളത്തിൽ വന്നു.
നമ്മളെ സ്പർശിച്ചു, നമ്മൾ ആരായിത്തീർന്നു? വിശുദ്ധരായിത്തീർന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ആരാ? നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ പറഞ്ഞു, ഒരിക്കൽ എനിക്ക് പരിചയമുള്ള ഒരു അച്ചായന് ഒരു കട തുടങ്ങാൻ നേരത്ത്, അദ്ദേഹം ഒരു പെന്തക്കോസ്ത് സഭയിലെ ഒരു അച്ചായനാണ്. ആ അച്ചായൻ ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ ഒരു കട തുടങ്ങുക എന്ന് പറയുമ്പോൾ ഈ വണ്ടിയുടെയൊക്കെ സ്പെയർ പാർട്സ് വിൽക്കുന്ന ഒരു കടയാണ് അദ്ദേഹം കട തുടങ്ങുക. അപ്പം ഞാനൊക്കെ ഒരു കൗമാരത്തിലൊക്കെ ഉള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഈ അച്ചായന് അദ്ദേഹത്തിൻ്റെ കട തുടങ്ങാൻ നേരത്ത് അതിൻ്റെ ഒരു ബോർഡൊക്കെ എഴുതിച്ചു. ബോർഡ് എഴുതിയത്, ആ ബോർഡിൻ്റെ പേരെന്താണെന്നറിയാമോ? സെൻറ്റ് ജോർജ് ഓട്ടോമൊബൈൽ. സെൻറ്റ് ജോർജ് ഓട്ടോമൊബൈൽ. ഇതെന്നാ കളിയാ? ഈ അച്ചായൻ ആരാ? സെൻറ്റ് ജോർജ് ആരാ? സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ അറിയാമോ? ഒരു കുന്തം കുത്തുന്ന ഒരു ചങ്ങാതി, ഒരു കുതിരപ്പുറത്ത് ഇരുന്ന് ഒരു പാമ്പിൻ്റെ വായിൽ കുന്തം കുത്തുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ ജീവിച്ചിട്ടേ ഇല്ലെന്നാണ് ഇപ്പോൾ കത്തോലിക്ക സഭ കണ്ടെത്തിയിട്ടുള്ളത്. അത് പോട്ടെ. എന്നിട്ടും സെൻറ്റ് ജോർജിൻ്റെ പേരിലുള്ള പള്ളികളൊന്നും അതിൻ്റെ പേര് മാറ്റിയിട്ടില്ല. കാര്യം പേര് മാറ്റിയാൽ അവിടെ നിന്നുള്ള വരുമാനം നിന്ന് പോകും. അത്രയേ ഉള്ളൂ. വളരെ ലളിതമായ ഒരു കാര്യമാണ്. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ അച്ചായൻ സെൻറ്റ് ജോർജ് ഓട്ടോമൊബൈൽ എന്ന് പേരിട്ടപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരും എല്ലാം കൂടെ പറഞ്ഞു, ഇതെന്നാ കളിയാണ്? ഇദ്ദേഹം എല്ലാം പോയി, പുറകോട്ടങ്ങ് പോയി, പിന്മാറിപ്പോയി. സെൻറ്റ് ജോർജിൻ്റെ പേരില്ല. അപ്പോൾ അദ്ദേഹത്തോട് കണ്ട് ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു വിശദീകരണം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സെൻറ്റ് ജോർജ് ആരാ? സെൻറ്റ് ജോർജ് ഞാനാ. എൻ്റെ പേര് ജോർജാ. ഞാൻ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചപ്പോൾ ഞാൻ ആരായി? സെൻറ്റ് ജോർജായി. എൻ്റെ കടയായത്, ഞാൻ സെൻറ്റ് ജോർജ് എന്ന് പേരിടും. ശരിയല്ലേ? ഞങ്ങളെല്ലാം നമസ്കാരം പറഞ്ഞ്, ഇദ്ദേഹത്തിന് ഇത്രയും വിവരം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ജോസഫും സാജുവും ഒക്കെ എന്താ? സെൻറ്റ് ജോർജ് എന്നോ സെൻറ്റ് ജോസഫ് എന്നോ സെൻറ്റ് സാജു എന്നോ നാളെ മുതൽ അവരുടെ ലെറ്റർ പാടയിൽ എഴുതി വെച്ചാലും ആരും അടിക്കാൻ വരികയല്ലേ. എങ്ങനെ നമ്മൾ സെയിൻ്റായി? നമ്മൾ സെയിൻ്റായി. ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മളെ സ്പർശിച്ചപ്പോൾ, ആ ശുദ്ധീകരണ വസ്തുവിൻ്റെ സ്പർശമേറ്റപ്പോൾ നമ്മുടെ ജന്മഭാവവും നമ്മുടെ കർമ്മഭാവവും ഇല്ലാതായി. നമ്മൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിശുദ്ധർ ആയിത്തീർന്നു. ഈ വിശുദ്ധ ജനനം കണ്ടോ? ഈ വിശുദ്ധ ജനനമാണ് ഈ കാര്യം കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് കന്യാജനനം എന്നുള്ളതാണ്. കന്യാജനനം ചുരുക്കത്തിൽ എന്തിനെ കാണിക്കുന്നു? യേശു പൂർണ്ണ മനുഷ്യനാണ് എന്നുള്ളതിനെ കാണിക്കും. ദൈവത്തിന് ഏതെങ്കിലും രീതിയിൽ തനിക്ക് വന്ന് മനുഷ്യനെ എൻ്റെ രക്ഷ ക്രമീകരിക്കായിരുന്നു. പക്ഷേ ഒരു കന്യകയിൽ തന്നെ ജനിക്കണം എന്നുള്ളത്, പൂർണ്ണ മനുഷ്യനായിരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആ നിബന്ധനയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ജനനം തന്നെ താനൊരു പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, യേശുവിൻ്റെ ജനനം കഴിഞ്ഞ് യേശുവിൻ്റെ വളർച്ച. ആ വളർച്ചയും യേശുവിൻ്റെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. യേശുവിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് ലൂക്കോസ് 2 വാക്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വചനത്തിൽ അവിടെ നമ്മൾ കാണുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. ആരാ വളർന്നത്? പൈതല. അല്ലാതെ ജനിച്ചു, അത്യുന്നതൻ്റെ പുത്രനാണിത്, പക്ഷേ കന്യയിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ പെട്ടെന്നങ്ങ് വളർന്നു. പെട്ടെന്ന് ആ കാലഘട്ടത്തിനോ തൻ്റെ വയസ്സിനോ ചേരാത്ത മട്ടിൽ ഒരു ഭീമമായ വളർച്ച ഉണ്ടായില്ല. സ്വാഭാവികമായ വളർച്ചയായിരുന്നു. ഏത് പൈതലിനെ പോലെയും, മനുഷ്യകുലത്തിൽ ജനിച്ച ഏത് കുഞ്ഞിനെ പോലെയും ഒരു സ്വാഭാവികമായ വളർച്ച മാത്രമാണ് യേശുവിനുണ്ടായിരുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. താൻ മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏത് യഹൂദ കുട്ടിയെയും വിടുന്നത് പോലെ ആ തിരുവെഴുത്തുകൾ പഠിക്കാനായിട്ട് വിട്ടു. അതുപോലെ തന്നെ ഒരു തൊഴിൽ അഭ്യസിച്ചു. മറ്റേത് കുട്ടിയെപ്പോലെയും തന്നെ വളർന്നു വന്നു. ആ സ്വാഭാവികമായി ബാല്യത്തിൻ്റേതായ എല്ലാ പ്രത്യേകതകളും യേശുവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്
പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ട് പോന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. അതിൻ്റെ 52-ാമത്തെ വാക്യത്തിൽ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു പോന്നു. കണ്ടോ, മനുഷ്യരുടെയും കൃപ. മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പുത്രനാണിതെന്ന് പറഞ്ഞതുകൊണ്ട് ഏതോ അതുല്യമായ ഒരു വളർച്ചയോ മാനുഷികമായി കൃപ കിട്ടണ്ടാത്ത രീതിയിൽ, മനുഷ്യൻ്റെ കൃപ വേണ്ടാത്ത രീതിയിലുള്ള ഒരു വളർച്ചയായിരുന്നില്ല എന്നാണ് ലൂക്കോസ് ഇവിടെ അടിവരയിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ആ വളർച്ചയും ഒരു സ്വാഭാവിക വളർച്ചയായിരുന്നു. അതും കാണിക്കുന്നത് യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു, തൻ്റെ വളർച്ചയിലും പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പല പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ചും മുസ്ലിം സഹോദരന്മാർ, ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ഒരു സൂറത്തിൽ ഇങ്ങനെ പറയുന്നു, മറിയത്തിൻ്റെ മകൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിന് ജീവൻ നൽകി പറപ്പിച്ചു. നല്ലൊരു ഭാവനയല്ലേ, നല്ലൊരു ഭാവന. യേശു കുഞ്ഞായിരുന്നപ്പോൾ കളിച്ചിട്ടുണ്ടാകുകയല്ലേ? കളിച്ചിട്ടുണ്ടാവും. കളിച്ചപ്പോൾ കൂട്ടുകാരൊന്നും ഇല്ലാത്ത ഒരു ദിവസം ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോൾ കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കി ആ പക്ഷിക്ക് ജീവൻ കൊടുത്ത് ആ പക്ഷിയെ പറപ്പിച്ചു വിട്ടു. ഇത് ഖുറാനിലുള്ള ഒരു സൂറത്തിൽ പറയുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ എന്താ പ്രശ്നം? യേശുവിൻ്റെ വളർച്ച പൂർണ്ണ മനുഷ്യത്വത്തിലുള്ള വളർച്ചയാണെന്ന് പറയാൻ ഒക്കുകയില്ല. നമ്മുടെ ഒരു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പം ഒറ്റയ്ക്കിരുന്ന് കളിച്ച് ബോറടിച്ചു, എന്നാൽ ഒരു രൂപം ഉണ്ടാക്കി അതിന് ജീവൻ കൊടുക്കാൻ ഒക്കുമോ? പൂർണ്ണ മനുഷ്യനായിരുന്നു. യേശുവിൻ്റെ വളർച്ചയിലും യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു. ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യേശുവിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം മനുഷ്യരെ പോലെ തന്നെ യേശുവിന് വിശപ്പും തളർച്ചയും ബലഹീനതയും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് സുവിശേഷങ്ങൾ അടിവരയിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം നമ്മളൊരു കൊച്ചുവാക്യം നമ്മൾ കാണുന്നുണ്ട്. 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട്. വഴി നടന്നാൽ എന്താ വരും? ക്ഷീണം വരും. മനുഷ്യനാണോ? വഴി നടന്നാൽ ക്ഷീണം വരും, ഇല്ലേ? യേശുവിനെക്കുറിച്ച് നിങ്ങളുടെ ചിന്ത എന്താ? നമ്മുടെ ചിന്ത എന്താ? യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു. നമ്മളേവരെ പോലെയും തന്നെ വഴിയേറെ ദൂരം നടക്കുന്നു. മിഡിൽ ഈസ്റ്റ്, മധ്യപൗരസ്ത്യ ദേശം എന്ന് പറയുന്നത് നമ്മുടേതുപോലെ ഒരു സമാനമായ കാലാവസ്ഥയും രീതികളും ഒക്കെ ഉള്ള ഒരു ദേശമാണല്ലോ. അവിടെ നടന്നു പോകുമ്പം കുറേ ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ചിട്ടൊരു കിണർ കണ്ടു. അതിൻ്റെ അടുത്തിരുന്നു. ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്നു. എനിക്ക് ദാഹമുണ്ട്, എനിക്ക് കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. ഏത് മനുഷ്യരെയും പോലെ. അല്ലാതെ യേശു ആരായിരുന്നെന്ന് ഓർക്കണം. യേശു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ ആളായി പറയുന്നത് എനിക്ക് കുടിക്കാൻ വെള്ളം തരുമോ? പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമുക്ക് യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരാളത്വത്തിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് ഉള്ള കാര്യം ചിന്തിക്കുമ്പോൾ നമുക്കിത് വിശദമായിട്ട് പറയാം. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് യേശുവിനുണ്ടായ ദാഹം, യേശുവിനുണ്ടായ ക്ഷീണം, യേശുവിനുണ്ടായ വിശപ്പ്. യേശുവിന് വിശപ്പുണ്ടായോ? യേശുവിന് വിശപ്പുണ്ടായി. നമ്മൾ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഓർക്കണം. ഒരു ദിവസം യെരുശലേമിലേക്ക് വരുമ്പോൾ അത് എവിടുന്നാ? നമ്മൾ ഈ ബൈബിളിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വായിച്ചാൽ നമ്മൾ ചിരിച്ചു പോകും. ബൈബിൾ വായിച്ച് ചിരിക്കാമോ? ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയുന്നു, ബ്രദറെ, അത് മെഴുകുതിരി കത്തിച്ച് വെച്ച് 7 അധ്യായം തള്ളി 7 പേജ് മറിച്ച് 7 വരി എണ്ണി തള്ളി എന്നിട്ട് വായിച്ചു തുടങ്ങണം. ഇങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെ ഭക്തി ബഹുമാന ആദരങ്ങളോടെ വേണ്ടേ വായിക്കാൻ? പ്രിയപ്പെട്ടവരെ, യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളത് എനിക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമാണിത്. എന്ന് വെച്ചാൽ നിങ്ങൾ യേശുവിന് വിശന്നു. നമുക്കിപ്പോൾ ആ ഭാഗം എടുത്ത് വായിക്കാൻ സമയമില്ല. യേശുവിന് വിശന്നു. എപ്പോഴാണ് വിശന്നത്? ഒരിക്കൽ യെരുശലേമിലേക്ക് പോവുകയായിരുന്നു. യെരുശലേമിലേക്ക് പോകുമ്പോൾ യേശുവിന് വിശന്നിട്ട്
എന്തുവാ? അത്തിപ്പഴം കണ്ടപ്പം അത്തി മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നപ്പം പഴം കിട്ടുമെന്ന് വിചാരിച്ചു. എന്നിട്ട് മേളിലോട്ട് നോക്കി. ആ സംഭവം നമുക്കറിയാമല്ലോ. യേശുവിന് വിശന്നു. അപ്പോൾ ഞാൻ ചിരിക്കാനിടയായ സംഭവം ഇതാണ്. എവിടുന്നാണ് ഈ രാവിലെ യെരുശലേമിലേക്ക് വരുന്നത്? ഒരു ദിവസം രാവിലെ ബേഥാന്യയിൽ നിന്നാണ് എങ്ങോട്ട് പോകുന്നത്? ബേഥാന്യ 2 നാഴിക അകലേ ഉള്ളൂ യെരുശലേമിൽ. 2 നാഴിക അകലെയുള്ള ബേഥാന്യ ചെന്നാൽ ആരുടെ വീട്ടിൽ താമസിച്ചിരിക്കും? മറിയയുടെയും മാർത്തയുടെയും ലാസർ ഗ്രഹനാഥനായിട്ടുള്ള ആ വീട്ടിലായിരിക്കും താമസിച്ചിരിക്കുക. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഒരുമാതിരിപ്പെട്ട മനുഷ്യനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതെ വിടുമോ? 2 നാഴിക നടന്നു വരുന്നതിനിടയിൽ വിശക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ എണ്ണീറ്റിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലും ഇല്ലാതെ യേശുവും ശിഷ്യന്മാരും നടന്നു. ഓക്കെ, ഇത്രയും വരെ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ബ്രദറെ അങ്ങനെ ടൂ മച്ച് പോകരുത് എന്ന് പറഞ്ഞേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഞാൻ പറയാം. എന്തുകൊണ്ടാണ് 2 സ്ത്രീകളുണ്ടായിരുന്നല്ലോ ഒരു വീട്ടിൽ? ലാസർ പോട്ടെ, പുരുഷൻ. 2 സ്ത്രീകൾ മാർത്തയും മറിയയും ഉണ്ടായിരുന്നല്ലോ. 2 പെണ്ണുങ്ങൾ ഒരു വീട്ടിലുണ്ടായിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ട് രാവിലെ വിശപ്പടങ്ങി എന്തെങ്കിലും കൊടുക്കാതെ എന്താ വിട്ടത്? അതിനൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ മാർത്ത പറഞ്ഞു അവളെ കൂടെ എൻ്റെ കൂടെ ഒന്ന് വിടണം. എന്തുവാ? വീട്ടുജോലിയൊക്കെ ചെയ്യണം. വീട്ടുജോലി എന്തിനാണ് മാർത്ത ചെയ്തുകൊണ്ടിരുന്നത്? യേശുവും 12 ശിഷ്യന്മാരും കൂടെ ഉണ്ട് കയറി വന്നപ്പോൾ ഇവർക്കൊക്കെ ശാപ്പാട് കൊടുക്കണ്ടേ? ആ കാര്യത്തിനാണ് മാർത്ത അധ്വാനിച്ചത്. മറിയ ഭയഭക്തി ബഹുമാനത്തോടെ യേശുവിൻ്റെ പാതാരവിന്ദങ്ങളിലിരുന്ന് തിരുമൊഴികളെല്ലാം കേട്ടുകൊണ്ടിരുന്നു. മാർത്ത പറഞ്ഞു, കർത്താവേ അവളെ കൂടെ എൻ്റെ കൂടെ വിട. കർത്താവ് ഉടനെ എന്തോ 6 പക്ഷം ചേർന്നു. മറിയയുടെ പക്ഷം ചേർന്നു. മാർത്തയെ ഒറ്റയ്ക്കാക്കി. അടുത്ത തവണ മാർത്ത എന്താ വിചാരിച്ചു? എന്നാ ഒന്ന് കാണണം. രാവിലെ എണ്ണീറ്റ് അവളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് യേശുവൊക്കെ എന്ത് ചെയ്തു? വിശന്ന് പോകേണ്ടി വന്നു. പോട്ടെ, ഇത്രയും എനിക്ക് ക്ഷമാപണപൂർവ്വം ഞാൻ അവിടെ നിർത്തുന്നു. ഏതായാലും നമ്മൾ ആ കാര്യം ഓർക്കുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. യേശു അവിടെ ചെന്നു, വിശന്നു. ഏത് മനുഷ്യനെയും പോലെ യേശുവിന് വിശന്നു. യേശുവിന് ദാഹിച്ചത് നമ്മൾ കണ്ടു. അവിടെ ശമരിയക്കാരി വന്നപ്പോൾ യേശു വെള്ളം ചോദിച്ചു. ക്രൂശിൽ വെച്ച് ദാഹിച്ചത് നമുക്കറിയാം. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ യേശുവിന് ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്, തളർച്ചയുണ്ട്. യേശു എന്തു ചെയ്തു? യേശു ഉറങ്ങി. ക്ഷീണം കൊണ്ട് ഉറങ്ങി. മർക്കോസിൻ്റെ സുവിശേഷത്തെ നമ്മൾ കാണുന്നുണ്ടല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 38-ാം വാക്യത്തിൽ വരുമ്പം കർത്താവ് എന്താ? ശിഷ്യന്മാരൊക്കെ തണ്ട് വലിച്ച് അക്കരയ്ക്ക് പോകുകയായിരുന്നു. യേശു എന്തോ ചെയ്തു? യേശു അവിടെ ആ മരത്ത് തല വെച്ചുറങ്ങി. തല വെച്ചെന്നല്ല കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തലയണ എന്നൊന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തലയണയുണ്ടേ ബ്രദറെ. തലയണ വെക്കുന്നതിൻ്റെ അകത്തൊരു തെറ്റൊന്നുമില്ല. അല്ലാതെ തലയണ ഉണ്ടായിട്ട് തലയണ മാറ്റി വെച്ച് ചുമ്മാ അമരത്ത് തല വെക്കണം, അത് വിശുദ്ധിയുടെ കൂടുതലൊന്നുമല്ല. കർത്താവ് എന്തോ ചെയ്തു? ഒരു തലയണ ഉണ്ടായിരുന്നു, തലയണ വെച്ചു. അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. ഒരു തലയണ ഇവിടെ ഉണ്ടായിരുന്നു, ആ തലയണ വെച്ചു. തലയണ ഇല്ലായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് പരാതിയില്ല. ഓട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. യേശു തലയണ വെച്ച് ഉറങ്ങി. ക്ഷീണമുണ്ടായിരുന്നു, താൻ ഉറങ്ങി. ഇതെല്ലാം ഈ ക്ഷീണം, വിശപ്പ്, തളർച്ച, ബലഹീനത, ഇതെല്ലാം യേശുവിൻ്റെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, യേശു കാഴ്ചയിൽ താൻ ദൈവപുത്രനായിരുന്നെങ്കിലും മറ്റ് മനുഷ്യരെ പോലെ തന്നെയാണ് താൻ കാഴ്ചയിലായിരുന്നത്. എങ്ങനെ നമുക്ക് അനുമാനിക്കാൻ കഴിയും? യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഒരാൾക്ക് 30 വെള്ളിക്കാശ് കൊടുക്കേണ്ടി വന്നു. 12 ചെറുപ്പക്കാർ ഏറെക്കുറെ ഏതാണ്ട് ഒരേ പ്രായമുള്ള 30 വയസ്സിനടുത്ത 30-33 വയസ്സുള്ള കുറേ ചെറുപ്പക്കാർ 10-12 പേര് ഇങ്ങോട്ട് വരിക, ഏതാണ്ട് ഒരേപോലെ ഡ്രസ്സ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഏതാണ്ട് ഒരേപോലെ ഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലാതെ കൈനീളമുള്ള ഷർട്ടും വെള്ള ജുബ്ബായും ഒന്നുമല്ല. കർത്താവ് ഞാനാണല്ലോ, അങ്ങനെയല്ലായിരുന്നു. മറ്റ് ശിഷ്യന്മാരെ പോലൊക്കെ തന്നെ ആയിരുന്നു കർത്താവിൻ്റെ വേഷവിധാനം. അല്ലാതെ അവരുടെ കൂട്ടത്തിൽ താൻ മാറി നിന്ന ഒരു വേഷമല്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് തരുന്ന ഒത്തിരി ചിന്തകളുണ്ട്. പോട്ടെ, അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ വേഷത്തിലാകട്ടെ പെരുമാറ്റത്തിലാകട്ടെ യേശുവിനെ മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് തിരിച്ചറിയാൻ പ്രയാസമാകത്തക്കവണ്ണം
കർത്താവിൻ്റെ കാഴ്ചയിൽ കർത്താവ് മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ ഇസ്കരിയോത്തായ യൂദ കാണിച്ചു കൊടുക്കുന്നു. ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവനെ കാണിച്ചു കൊടുത്ത യൂദ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ പല ഭാഗങ്ങൾ കാണുന്നുണ്ടല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 26-14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 26-48, ലൂക്കോസ് 22-48, ഈ ഭാഗങ്ങളൊക്കെ വിശദമാക്കുന്നത് യേശുവിനെ യൂദ കാണിച്ചു കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാണിച്ചു കൊടുക്കേണ്ടി, കാഴ്ചയിൽ മറ്റു മനുഷ്യരെ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് അതും യേശുവിൻ്റെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജനനമാണ് അവൻ ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതിനെ വ്യക്തമാക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ മരണമാണ് അവൻ മനുഷ്യനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. യേശു എന്ത് ചെയ്തു? യേശു മരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മർത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മരണമുള്ളവൻ എന്നാണ്. മനുഷ്യനാണോ? മനുഷ്യകുലത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെക്കുറിച്ച് നമുക്കാകെപ്പാടെ ഒരൊറ്റ കാര്യമേ പറയാൻ ഒക്കുള്ളൂ. എന്താ? ഈ കുഞ്ഞ് നാളെ ഇവിടെ പഠിച്ച് വലിയ ആളായി ഒരു ഇന്ത്യയുടെ രാഷ്ട്രപതിയാകും എന്ന് നമുക്ക് പറയാൻ ഒക്കുമോ? പോട്ടെ, രാഷ്ട്രപതിയാകിയാലും ഒരു മന്ത്രിയാകുമെന്ന് പറയാൻ ഒക്കുമോ? വേണ്ട, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുമെന്ന് പറയാൻ ഒന്നും പറയാൻ ഒക്കുകയില്ല. ആകെപ്പാടെ ഈ കുഞ്ഞിനെക്കുറിച്ച് എന്തേ പറയാൻ ഒക്കുള്ളൂ? ഏത് കുഞ്ഞിനെ ചെന്ന് കണ്ടാലും അതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് പറയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. എന്താ? ഈ കുഞ്ഞ് മരിക്കും എന്നുള്ളതേ നമുക്ക് പറയാനും. നിങ്ങളാരും ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ കാണാൻ പോകുമ്പോൾ ആ വീട്ടിലൊന്നും അങ്ങനെ പറഞ്ഞ് അടി വാങ്ങിക്കരുത്. ഞാനിതിന് ഉത്തരവാദിയായിരിക്കുന്നതല്ല. അപ്പോൾ സത്യം പറഞ്ഞ് ഏത് മനുഷ്യനെ സംബന്ധിച്ചും മനുഷ്യനാണോ, മനുഷ്യകുലത്തിൽ ജനിച്ച ആളാണോ, ആകെപ്പാടെ നമുക്ക് പറയാവുന്നത് എന്തേ ഉള്ളൂ? ഇതെങ്ങനെയായിത്തീരുമെന്നോ ഏത് സ്ഥാനത്തെത്തുമെന്നോ ഒന്നും നമുക്ക് പറയാൻ ഒക്കുകയില്ല. ആകെപ്പാടെ മനുഷ്യനാണെങ്കിൽ മരിക്കും. അതുകൊണ്ടാണ് മർത്യൻ എന്ന വാക്ക് അങ്ങനെയാണ് വന്നത്. യേശു എന്ത് ചെയ്തു? യേശു മരിച്ചു. യേശു മരിച്ചില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു ദിവസം ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ദിവസം തിരുവനന്തപുരത്തിന് പോകാൻ ട്രെയിനിൽ കയറുമ്പോൾ അവിടെ ഈ റെജി ബ്രദർ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട് ഒരു ടിക്കറ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു പകലുള്ള വണ്ടിയെ ഞാൻ എങ്ങനെയും ഇടിച്ച് കയറി അങ്ങ് വന്നോളാമെന്ന് പറഞ്ഞിട്ടു. ബ്രദർ എന്നെ വിളിച്ചെല്ലാം വളരെ ഉത്തരവാദിത്വത്തോടെ പറഞ്ഞു, ഇന്ന കൊച്ച് ഇത്രാമത്തെ സീറ്റ്, മറ്റേത് അതിൻ്റെ മെസ്സേജ് ഞാൻ ബ്രദറിൻ്റെ മൊബൈൽ അയക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതുമെല്ലാം പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ സീറ്റിൽ ഒരു സ്ത്രീ ആയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു പകലല്ലേ, അവിടെ തന്നെ ഇരിക്കണമെന്ന് ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾക്ക് അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ പോയിരിക്കാം എന്ന് വിചാരിച്ച് അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പം അവിടെ മുഴുവൻ തലയെക്കെട്ട് കെട്ടിയ മുസ്ലിം സഹോദരൻ. ഞാൻ അവിടെ ഒഴിവ് കണ്ട ഒരു സീറ്റയിലിരുന്ന് ഇടത്തോട്ട് നോക്കിയപ്പം അവിടെ ഒരു മുസ്ലിം സഹോദരൻ, വലത്തോട്ട് നോക്കിയപ്പം മറ്റൊരാൾ, എൻ്റെ അടുത്തൊരു കൊച്ചനിരുന്നു. ആ കൊച്ചനെ ഞാൻ കയ്യിലൊരു പുതിയ നിയമമുണ്ട്, അത് ഞാൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവനും എന്തോ വായിക്കുന്നുണ്ട്. ഞാൻ ഈ വായിക്കുന്നതിനിടയിൽ ഇടം കണ്ണിട്ട് അവനെ നോക്കുന്നുണ്ട്, അവൻ വായിക്കുന്നതിനിടയിൽ വലം കണ്ണിട്ട് എന്നെ നോക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ യാത്രക്കിടയിൽ ഞങ്ങൾ എപ്പോഴോ അന്യോന്യം കൂട്ടുകാരായി സംഭാഷണം ആരംഭിച്ചപ്പോൾ അവൻ എന്താ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, അവൻ പറഞ്ഞു, അങ്കിളെ, അവൻ എന്നെ കൺവെർട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അവൻ പറഞ്ഞു, അങ്കിളെ, ഇന്ന് ഈ വണ്ടിയിൽ ഇവിടെ അള്ളാഹുവിൻ്റെ ദാസനായ അവൻ്റെ അടുത്ത് ഞാൻ ചെന്നിരിക്കും എന്ന് ഉള്ളത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്, അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. അപ്പം ഞാൻ പറയാനുള്ളതെല്ലാം അങ്കിളിനോട് പറഞ്ഞിരിക്കും. ഇനിയിപ്പം ഇത് അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അങ്കിളിൻ്റെ പ്രശ്നം. ഒരു ദിവസം ഖമാം നാളോ എന്തോ ഒരു നാളിൽ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വലിയവനായ ദൈവം എന്നോട് ചോദിക്കും, എൻ്റെ ദാസനായ ഇന്ന ആൾ നിന്നോട് പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് അനുസരിച്ചില്ല എന്ന് ചോദിക്കും എന്നെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അതൊക്കെ എല്ലാം മൂളി കേട്ടു. അതെല്ലാം കഴിഞ്ഞേച്ച് ഞാൻ ആകെപ്പാടെ ഇവനോട് എന്താ, ഒരു കൊച്ചനാണിവൻ, എൻ്റെ മകൻ്റെ പ്രായമില്ല. അപ്പം എനിക്ക് ഇവനോട് ഒരു സ്നേഹവും സന്തോഷമൊക്കെ തോന്നി. എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം പറഞ്ഞ് ഇവനോട് സംഭാഷണം ആരംഭിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു, മോനെ, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, ഇതെല്ലാം കേട്ടു. ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കാം. നീ ഇന്ന് മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകും എന്ന് നിനക്കുറപ്പുണ്ടോ? നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാനാണല്ലോ ഇരിക്കുന്നത്. ഞാനും അതെ, നീയും അതെ.
സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ അവൻ വളരെ സത്യസന്ധനായ പയ്യനായതുകൊണ്ടും അവൻ പറഞ്ഞു, അങ്കിളെ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല. ഒരു യഥാർത്ഥ ഞങ്ങളുടെ മതത്തിലുള്ള ഒരാൾ അനുഷ്ഠിക്കേണ്ട പല കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളൊക്കെ ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്. 3 നേരം നിസ്കരിക്കണം, ഹജ്ജിന് പോകണം, സക്കാത്ത് കൊടുക്കണം, പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ അതെല്ലാം ചെയ്താലും അന്ത്യനാളിൽ ചെല്ലുമ്പം എൻ്റെ ആത്മാവിനെ നരകത്തിന് മുകളിലൂടെ ഒരു മുടിനാരിഴ 7ആയിട്ട് ചീന്തിയ ഒരു പാലമുണ്ട്, ചിൻബാദ് പാലം. അതിലൂടെ എൻ്റെ ആത്മാവിനെ കടത്തിവിടും. ആത്മാവ് താഴെ പോയെങ്കിൽ പോയി, അക്കരെ ചെന്നാൽ അക്കരെ ചെന്നു. ഇതാണ് അവൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ നിന്നേക്കാളും വിശുദ്ധനായതുകൊണ്ടല്ല, പക്ഷേ ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം നിന്നിലൂന്നിയ. നീ 3 നേരം നിസ്കരിക്കും, നീ സക്കാത്ത് കൊടുക്കും, നീ അത് ചെയ്യും, നീ ഇത് ചെയ്യും. എൻ്റെ ഇതൊന്നും എന്നിൽ ആശ്രയിച്ചല്ല, മറ്റൊരാളുടെ നന്മയിൽ ആശ്രയിച്ചാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് മരിച്ചാലും ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് ആ ഉറപ്പില്ല. ഇതിന് കാരണം എന്താ? ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടായിട്ട് ചിന്തിച്ചപ്പോൾ ആ കൊച്ചനോട് ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസം എൻ്റെ പാപങ്ങൾ പരിഹരിക്കുന്നത് എന്താ? ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ രക്തത്താലാണ് ഞാൻ കഴുകൽ പ്രാപിക്കുന്നത്. യേശു കാൽവറി ക്രൂശിൽ മരിച്ചു, യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങളുടെ കഴുകലുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീയും യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ യേശു മരിച്ചതായിട്ട് നീ വിശ്വസിക്കുന്നില്ല. ആ സഹോദരന്മാരെന്താ വിശ്വസിക്കുന്നത്? യേശുവിനെ കാൽവറി ക്രൂശിൽ കൊണ്ടുവന്നു, അവിടെ കിടത്തി. പക്ഷേ വലിയവനായ ദൈവം അല്ലാഹു യേശുവിനെ അവിടെ നിന്ന്, ഈ ക്രൂശിൽ നിന്ന് നേരെ അങ്ങ് എടുത്തു. യേശു മരിച്ചില്ല. പിന്നെ മരിച്ചതായിട്ട് തോന്നിയതാ. ഈ കൊച്ചൻ എന്നോട് പറഞ്ഞത്, അങ്കിളിന് അറിയാമോ, ഇസ്കരിയോത്ത യൂദായാണ് യേശുവിന് പകരം അവിടെ മരിക്കാൻ ഇടയാക്കിയത് എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. നോക്കുക, യേശു മരിച്ചു എന്നുള്ളത് ഒരു കൊച്ചു കാര്യമല്ല. യേശു മരിച്ചു എന്നുള്ളത് കൊണ്ടാണ് നമുക്കിത്രയും ഉറപ്പുള്ളത്. യേശു മരിച്ചു എന്നവൻ വിശ്വസിക്കാത്തത് കൊണ്ട് അവൻ്റെ നിത്യതയെക്കുറിച്ച് ഉറപ്പില്ല, അവൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടു എന്നുറപ്പില്ല. യേശുവിൽ അവൻ വിശ്വസിക്കുന്നുണ്ട്, പ്രവാചകൻ എന്നുള്ള നിലയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ യേശു മരിച്ചില്ല. ഈ ഒരൊറ്റ ഘടകമാണ് അവനെയും എന്നെയും വ്യത്യസ്തരാക്കിയത്. ഞാനിതെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ തലയെക്കെട്ട് കെട്ടിയ സഹോദരങ്ങളെല്ലാം ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കുക. ഞാൻ എന്താ വേണ്ടത്? ഏതായാലും ഗതികെട്ടാൽ പുല്ലും തിന്നും എന്നുള്ള മട്ടിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. അതെല്ലാം കഴിഞ്ഞ് അവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവരെ എല്ലാം ഈ കൊച്ചൻ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ എല്ലാവർക്കും ക്ഷണിക്കാൻ്റെ ഒക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഒരു കാര്യത്തിന് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോസ് ബേറും ഉണ്ടായിരുന്നു, നെല്ലിപ്പോയിലെ ജോസ് ബേർ. ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ട് പോകാൻ നേരത്ത് ഇച്ചിരി മുന്നോട്ട് നടന്നപ്പോൾ ഈ കൊച്ചൻ എൻ്റെ പുറകെ ഓടി വന്നു. അവൻ്റെ ആൾക്കാരിൽ നിന്ന് ഇച്ചിരി അകലം വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്കിളെ, ഒരു പക്ഷേ അങ്കിള് പറഞ്ഞതായിരിക്കും ശരി. അതാ ശരിയെങ്കിൽ ഞാൻ ആ യേശുവിൽ അങ്ങനെ വിശ്വസിക്കാൻ അങ്കിൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ കൊച്ചനെ കണ്ടിട്ടില്ല. ഞങ്ങൾ അവിടെ വെച്ച് വേർപിരിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശു മരിച്ചു എന്നുള്ളത് ഒരു കൊച്ചു കാര്യമായിട്ട് നമ്മൾ എടുക്കരുത്. യേശു മരിച്ചില്ലെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരമില്ല, നമ്മുടെ നിത്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല, നമ്മുടെ പ്രവൃത്തികളാൽ നമുക്കൊരിക്കലും അക്കരെ പോകാനായിട്ടൊക്കെയില്ല. അപ്പോൾ യേശു മരിച്ചില്ലെന്ന് ഇങ്ങനെ പറയുമ്പോൾ ദൈവവചനം എന്ത് പറയുന്നു? ദൈവവചനം വളരെ വ്യക്തതയോടെ യേശു മരിച്ചു എന്ന് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ യോഹന്നാനാണ് യേശുവിൻ്റെ ഈ മരണം ഇത്രയും വ്യക്തതയോടെ രേഖപ്പെടുത്തിയത്. കണ്ടോ, ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞിരുന്നു, യോഹന്നാനാണ് ഈ യവനായ ചിന്തകരുടെ ഡോസറ്റിക് ചിന്തകളുടെ ഒക്കെയും പ്രശ്നം ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് യോഹന്നാൻ്റെ നേരെയായിരുന്നു വന്നത്. അതുകൊണ്ട് യോഹന്നാന് എന്ത് പറയണമായിരുന്നു? യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും കൃത്യമായിട്ട് പറയണമായിരുന്നു. അതുകൊണ്ട് ഇവിടെ യോഹന്നാനാണ് ഇത് രേഖപ്പെടുത്തിയത്. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി. 33 വാക്യം, അവൻ
വേറെ ചില ആളുകൾ അങ്ങനെയാണല്ലോ പറയുന്നത്, യേശു മരിച്ചില്ലായിരുന്നു, ഒന്ന് മയങ്ങിക്കിടന്നേ ഉള്ളായിരുന്നു. ആളുകൾ പോയപ്പോൾ യേശു ക്രൂശിൽ നിന്ന് രക്ഷപ്പെട്ടേച്ച് യേശു എവിടെ വന്നു? കാശ്മീരി വന്ന് താമസിച്ചു. ഇങ്ങനെ ഒരു ചിന്തയുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല. പക്ഷേ ഇവിടെ ദൈവവചനം വളരെ വ്യക്തതയോടെ പറയുന്നു, അവൻ മരിച്ചുപോയി എന്ന് കാണിക്കയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല. 34-ാമത്തെ വചനം. എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. എന്താ? മരിച്ച് അല്പം കഴിയുമ്പോൾ ഈ രക്തവും ആ ബ്ലഡും ഫ്ലൂയിഡും രണ്ടായിട്ട് തിരിഞ്ഞു. അത് രണ്ടായിട്ട്, ഇവിടെ ഡോക്ടർമാരൊക്കെ ഉണ്ട്, ഞാൻ കൊല്ലക്കുടിയിൽ സൂചി വയ്ക്കുന്നില്ല, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര മണിക്കൂർ കഴിഞ്ഞാലാ ഇങ്ങനെ വേർതിരിയാന്നൊന്നും അറിയില്ല. ഏതായാലും ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് യേശു മരിച്ചു എന്നത് വ്യക്തതയോടെ പറയാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. എന്ന് തന്നെയല്ല, അതിൻ്റെ താഴെ കണ്ടോ, യോഹന്നാൻ ഇച്ചിരി ബലത്തിൽ പറയുക, ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു, നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. ഇത്രയും വികാരഭരിതനാകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? വികാരഭരിതനാകേണ്ട കാര്യം ഉണ്ടായിരിക്കാം. യേശുവിൻ്റെ മരണത്തിനെതിരെ അന്ന് വേറെ ചില ചിന്തകൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം യോഹന്നാൻ യേശു മരിച്ചെന്ന് ഇത്രയും, 1 കാലൊടിച്ചില്ല, 2 രക്തവും വെള്ളവും പുറപ്പെട്ടു, ഇത് ഞാൻ കണ്ടതാണ്. നേരത്തെ ഒരിക്കൽ പറഞ്ഞായിരുന്നല്ലോ, അത് ഏകജാതൻ്റെ തേജസ്സായിട്ട് ഞങ്ങൾ കണ്ടു. ദൃക്സാക്ഷിയുടെ തെളിവ് ഞാൻ കണ്ടു, അത് സത്യമാകുന്നു, സത്യമാണെന്ന് താൻ സത്യം പറയുന്നുവെന്ന് ഈ സത്യം പറയുന്നവൻ അങ്ങനെ പറയുകയും ചെയ്യുന്നു. ഉറപ്പിച്ച് അങ്ങ് പറയുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശു മരിച്ചു, അതും യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളത് തന്നെ കാണിക്കുന്നു. അതുപോലെ തന്നെ യേശു മരിച്ചതിന് ശേഷം യേശുവിൻ്റെ ഉയർത്തത് പഴയ ശരീരമായിരുന്നു. ആ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയില്ല. ഇന്ന് പല ചിന്തകളിൽ അങ്ങനെ പറയാറുണ്ടല്ലോ, മനുഷ്യ ശരീരമെന്ന് പറയുന്നത് ഒരു വസ്ത്രം പോലെ, പഴയ വസ്ത്രങ്ങൾ മാറി. പുനർജന്മത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം അങ്ങനെയാണ്, പഴയ വസ്ത്രങ്ങളൊക്കെ മാറി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ. എന്നാൽ അങ്ങനെയല്ല, ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ശരീരം ഇതിനെ നമ്മൾ ദൈവം തന്ന ഒരു ദാനമായിട്ട് തന്നെ നമ്മൾ കാണണം. യേശു എന്ത് ചെയ്തു? ഉയർത്തത് പഴയ ശരീരത്തിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24:39, അതുപോലെ അതിൻ്റെ 50-57 വാക്യങ്ങൾ, പ്രവൃത്തിയുടെ പുസ്തകം 1-9 വാക്യം, ഇതൊക്കെയും കാണിക്കുന്നത് അങ്ങനെ യേശുവിൻ്റെ ശരീരവും ഉയർത്തത് പഴയതായിരുന്നു എന്നാണ് കാണിക്കുന്നത്. യേശുവിൻ്റെ മനസ്സ് 12 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ വളർച്ചയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞപ്പം ഞാനവിടെ പറയാൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ മറന്നുപോയ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയട്ടെ. അവിടെ പക്ഷേ 12 വയസ്സുള്ളപ്പോൾ യേശു അവിടെ ദേവാലയത്തിൽ ചെന്നപ്പം അവിടെയുള്ള ആളുകൾക്ക് ഒരു അത്ഭുതം തോന്നുമാറ് യേശു ഇവരോട് സംസാരിച്ചല്ലോ. അതെന്താ അതിന് കാരണം? അപ്പോൾ യേശുവിന് സാധാരണ ഒരു മനുഷ്യനുള്ളതിൽ കവിഞ്ഞ് തിരുവെഴുത്തുകളെക്കുറിച്ച് ദൈവീകമായ എന്തോ ജ്ഞാനം ആ നിലയിൽ ലഭിച്ചില്ലേ? തൻ്റെ മനുഷ്യത്വത്തിനെതിരായ ഒരു പോയിൻ്റായിട്ട് നമുക്കത് കൊണ്ടുവരരുതോ? നമ്മൾ ആ കാര്യം കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് നമ്മളത് കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം അവിടെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു ദേവാലയത്തിൽ 12 വയസ്സുള്ളപ്പം മാതാപിതാക്കളോടൊപ്പം പോയി. യേശു അവരോട് സംസാരിച്ചു, തർക്കിച്ചു, പല കാര്യങ്ങൾ പറഞ്ഞു. അവിടെ അതിൻ്റെ 46-ാമത്തെ വാക്യം, 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവരോട് തർക്കിച്ചെന്നല്ല, അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. ഇത് യേശുവിൻ്റെ വളർച്ചയിൽ മനുഷ്യത്വത്തിനപ്പുറത്തുള്ള ദൈവികമായ ഒരു ഉദവിയായിട്ടാണോ നമ്മൾ കാണേണ്ടത്? അങ്ങനെയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ
കാണുന്നത് സങ്കീർത്തനം 119 സങ്കീർത്തനം അതിൻ്റെ 98-100 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 119 സങ്കീർത്തനം അതിൻ്റെ 98, 99, 100 വാക്യങ്ങൾ നോക്കുക. അവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ തിരുവെഴുത്തുകളെ നമ്മൾ ശോധന ചെയ്യാനായിട്ട് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ തയ്യാറായാൽ നമ്മൾ നമ്മുടെ പ്രായത്തിലുള്ള ആളുകളെക്കാളും നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പടിയൂടെ കടന്ന് അതിൻ്റെ 100-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആ പ്രമാണങ്ങളെ 99-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിൻ്റെ സാക്ഷ്യം കണ്ടോ. അവിടെ നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരുന്നു, അതുകൊണ്ട് എന്താ എൻ്റെ ഗുരുക്കന്മാരെക്കാളും ഞാൻ ബുദ്ധിമാനാകുന്നു. യേശുവിൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കേണ്ടവരാണ് സത്യത്തിൽ ആ ദേവാലയത്തിലുണ്ടായിരുന്ന മറ്റുപദേഷ്ടാക്കന്മാർ. പക്ഷേ ആ ഗുരുക്കന്മാരെക്കാളും അവർക്ക് വിസ്മയം തോന്നത്തക്ക രീതിയിൽ യേശുവിന് വിവേകവും ജ്ഞാനവുമുള്ള ഉത്തരം പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനും കഴിഞ്ഞത് യേശു ചെറുപ്പം മുതൽ തന്നെ തിരുവെഴുത്തുകളെ ആ നിലയിൽ ഗൗരവത്തോടെ പഠിച്ചു എന്നാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ തൻ്റെ മനുഷ്യത്വത്തിന് ഉപരിയായിട്ട് കിട്ടിയ ഒരു ജ്ഞാനമായിട്ട് അല്ല നമ്മൾ കാണേണ്ടത്. ഇത് നമുക്കൊരു ചിന്ത തരുന്നുണ്ട്. നമ്മളും ദൈവവചനത്തെ ഗൗരവമായിട്ട് എടുക്കുകയും പഠിക്കുകയും ചെയ്താൽ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. നമ്മൾ ദൈവവചനത്തെ ഗൗരവമായിട്ടെടുത്ത് അതിനായിട്ട് ജീവൻ കൊടുത്താൽ നമ്മൾ മറ്റുള്ളവരെക്കാളും ഗുരുക്കന്മാരെക്കാളും ബുദ്ധിയുള്ളവരായിരിക്കും, സമകാലീയരെക്കാൾ ബുദ്ധിയുള്ളവരായിരിക്കും. അതിനെ പരിശീലിച്ചാലോ പ്രമാണങ്ങളെ അനുസരിച്ചാൽ വയോധികന്മാരെക്കാൾ വിവേകമേറിയവനാകും. പ്രിയപ്പെട്ടവരെ, ആ ഒരു സാധ്യത നമുക്ക് നമ്മുടേതായിട്ട് എടുക്കാം. ഒടുവിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ കൃത്യം 4 മണിക്ക് തന്നെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അവിടെ മാനുഷികമായ മറ്റ് ചില പരിമിതികളുണ്ടല്ലോ. അത് കുറേ പരിമിതികളെക്കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞു. വിശപ്പ്, തളർച്ച, ബലഹീനത, ക്ഷീണം, ഉറക്കം, ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞു. എന്നാൽ വേറെയും ചില മാനുഷികമായ വൈകാരികമായ ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതാരിലുണ്ടായിരുന്നു? അത് യേശുവിലുണ്ടായിരുന്നു. യേശു എന്ത് ചെയ്തു? യേശു കരഞ്ഞു, ദുഃഖിച്ചു, യേശു കരഞ്ഞു. നമുക്കറിയാം, നമ്മൾ ആ ഭാഗങ്ങൾ നമുക്കറിയാം. ചില രംഗങ്ങളിൽ ചെല്ലുമ്പോൾ യേശു അതിനോട് താതാത്മ്യപ്പെട്ട് നിൽക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം സത്യത്തിൽ ഒരു അത്ഭുതകരമായ വാക്യമാണ്. യേശു എന്താ ചെയ്തത്? യേശു കണ്ണുനീർ വാർത്തു. നമ്മൾ സൺഡേ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വാക്യം, യേശു കണ്ണുനീർ വാർത്തു. പക്ഷേ അതൊരു അത്ഭുതകരമായ വാക്യമാണ്. യേശു എന്തിനാണ് കണ്ണുനീർ വാർത്തത്? എല്ലാവരും കരഞ്ഞത് എന്തിനാ? എല്ലാവരും കരഞ്ഞത് ഈ ലാസർ മരിച്ചതെന്നും പറഞ്ഞാൽ ഈ സ്ത്രീകളും മാർത്തയും മറിയൊക്കെ നെഞ്ചത്തലച്ചു എന്ന് പറഞ്ഞിട്ടില്ല, കരഞ്ഞതൊക്കെ എല്ലാവരും കരഞ്ഞു. അപ്പോൾ യേശുവിനെ അറിയരുതോ താൻ എന്തിനാ പോയേക്കുന്നത്? നമുക്കവനെ ഉണർത്താം എന്നും പറഞ്ഞാൽ പോയത്. ഇവനിപ്പം മരണത്തിൽ നിന്ന് ജീവനോടെ വരുമെന്നും ഈ കണ്ണുനീരിൻ്റെ രംഗം സന്തോഷത്തിൻ്റെ രംഗമായി മാറുമെന്നും വ്യക്തമായിട്ടറിയാവുന്ന ഒരാൾ ആരാണ്? യേശുവാ. ആ യേശു എന്തോ ചെയ്തു? ഈ സഹോദരിമാർ കരഞ്ഞപ്പോൾ അവരുടെ കൂടെ കരഞ്ഞു. യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഡൗൺ ടു എർത്തായ ഒരാളായിട്ടാണ് ഞാൻ എപ്പോഴും അതിനെ കാണുന്നത്. സഹോദര നമ്മുടെ ചില ദുഃഖങ്ങൾ സില്ലിയായ ദുഃഖങ്ങളായിരിക്കും. അതിനൊരു കാരണമില്ല. ഇവിടെ ഈ സഹോദരിമാർ കരഞ്ഞത് ഒരു അസ്ഥാനത്തുള്ള കരച്ചില, സില്ലിയായ കരച്ചില. പക്ഷെ ഞാനും നീയും സില്ലിയായ ചില കരച്ചിൽ കരയുമ്പം ഞാൻ എപ്പോഴും സങ്കല്പിക്കുന്നത് എൻ്റെ കർത്താവ്, എൻ്റെ യേശു എൻ്റെ കൂടെ കരയുമെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അതെനിക്ക് ഒത്തിരി തൃപ്തി നൽകുന്നുണ്ട്, ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട്. യേശു ഒത്തിരി നീ കരയുമെന്നു, കരയേണ്ട കാര്യം എന്താ? ചില ആളുകൾ കാണാമല്ലോ, ചില രംഗങ്ങളിലൊക്കെ നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുന്നു, ഒരു അപ്പനും അമ്മയും ഇരുന്ന് കരയുന്നു. ഉടനെ നമ്മൾ ചില വാക്യങ്ങളൊക്കെ എടുത്ത് കരയുകയാണോ വേണ്ടത്? യേശു എന്തായിരുന്നു? യേശു ആളുകളുടെ മനുഷ്യത്വത്തിൽ അവരോടൊപ്പം നിന്നു, അവരോടൊപ്പം സഹതപിച്ചു.
നമ്മുടെ ആത്മീയതയെന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യത്തെ മറികടക്കുന്ന ഒരു സൂപ്പർ സ്പിരിച്വൽ ഒരു കാര്യമാകരുത്. നമ്മുടെ ഈ കാര്യങ്ങൾ യേശുവിൽ നിന്നാണ് നമുക്കിതിനൊക്കെ ബോധ്യങ്ങൾ കിട്ടുന്നത്. യേശു അവിടെ കരഞ്ഞു. നമ്മുടെയും പല കരച്ചിലും സഹോദര, ഞാൻ രാത്രി 12 മണിക്കൊക്കെ വണ്ടി ഓടിച്ചു പോരുമ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ മുതൽ ഇവിടം വരെ കരയുകയാണ് ചെയ്യുന്നത്. രാത്രി ആയതുകൊണ്ടും അർദ്ധരാത്രി ആയതുകൊണ്ടും ഒരുത്തനും കേൾക്കാത്തതുകൊണ്ടും നമുക്ക് ഉച്ചത്തിൽ കരയോ ഉച്ചത്തിൽ പറയുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് പോകാം. ഞാനിങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് ഞാൻ ആലോചിക്കും, വല്ലവരും വഴിയിൽ നിന്ന് കേട്ടോ എന്നാലോചിക്കും. ഈ സത്യത്തിൽ നമ്മുടെ ഈ കരച്ചിലും പ്രാർത്ഥനയൊക്കെ എന്തായിരുന്നു? വലിയ ആവശ്യമുള്ള കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമായിരുന്നു, കരയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ യേശു അന്നേരം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇടത്തെ സീറ്റിൽ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. യേശു ഉടനെ നിർത്ത്, നീ എന്തിനാ കരയുന്നത് എന്നല്ല. യേശു ഞാൻ കരയുമ്പോൾ എൻ്റെ കൂടെ ഡൗൺ ടു എർത്ത്. യേശു കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശു കരഞ്ഞു. യേശു ആ പരിമിതികളോട് ചേർന്ന് നിന്നു, ദുഃഖിച്ചു, കരഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 13:32, യോഹന്നാൻ 12:27, 13:21, മത്തായി 26:38, ഈ ഭാഗങ്ങളൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ യേശു നമ്മുടെ ദുഃഖങ്ങളോട് ചേർന്ന് നിൽക്കും. ഞാൻ ഒരു വാക്യം കൂടെ, 2 വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. 12-ാം അധ്യായം, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. 2 എൻ്റെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ബൈബിളിലും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്, യേശു ക്രിസ്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, യേശു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ എന്താ പലപ്പോഴും അങ്ങനെ പറയുന്നത്? യേശു എന്ന് പറയുമ്പോൾ യേശു എന്നുള്ള ആ വാക്ക് തൻ്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തു അഭിഷിക്തൻ എന്നുള്ളത് തൻ്റെ ദൈവത്വത്തെ കാണിക്കുന്നു. നമ്മളോട് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. യേശു കണ്ണുനീർ വാർത്തു, കൊച്ചു കാര്യങ്ങൾ. യേശുവിനെ വശന്നു, പല കൊച്ചു കാര്യങ്ങൾ. അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവഭക്തി വർദ്ധിക്കുകയും കർത്താവിനോടുള്ള ആശ്രയം വർദ്ധിക്കുകയും ചെയ്യത്തക്കവണ്ണം പല കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് ലഭിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമ്മൾ കേട്ട കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഇന്ന് ചിന്തിച്ചത് യേശു പൂർണ്ണ മനുഷ്യനാണ് എന്നുള്ളതാണ്. യേശു പൂർണ്ണ മനുഷ്യനാണ്. നാം ചിന്തിച്ച കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ ഇങ്ങനെയാണ്: യേശുവിൻ്റെ കന്യാജനനം, യേശുവിൻ്റെ ജനനം, യേശു പൂർണ്ണ മനുഷ്യനാണെന്ന് കാണിക്കുന്നു. ജനനത്തിന് കന്യാജനനമല്ലാതെ മറ്റ് 2 സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഒരു സാധ്യത എടുത്താൽ യേശു പൂർണ്ണ മനുഷ്യനല്ലാതാകും. മറ്റൊരു സാധ്യത എടുത്താൽ പൂർണ്ണ ദൈവമല്ലാതാകും. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെങ്കിൽ കന്യാജനനം കൂടിയേ കഴിയുള്ളായിരുന്നു. പക്ഷേ കന്യാജനനമായിട്ടും യേശു വിശുദ്ധ പ്രജയായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു ചിന്ത, നമ്മുടെ ജന്മഭാവവും കർമ്മഭാവവും ഒക്കെയും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിഴലിട്ടപ്പോൾ അതിൻ്റെ ഒരു നേർത്ത സ്പർശം കൊണ്ട് അതെല്ലാം മാറിപ്പോയി. നമുക്ക് വിശുദ്ധർ എന്ന് ദൈവം സ്വർഗീയ കോടതിക്ക് പ്രഖ്യാപിക്കത്തക്കവണ്ണം നമ്മളെ ദൈവം ആ നിലയിൽ കാണുന്നു. നോക്കുക, യേശുവിൻ്റെ ജനനം നമുക്ക് തരുന്ന ആ പ്രതീക്ഷ നോക്കുക. അതുപോലെ യേശു പൂർണ്ണ മനുഷ്യൻ എന്നുള്ളതിൻ്റെ മറ്റ് പല തെളിവുകൾ നമ്മൾ ചർച്ച ചെയ്തു. യേശുവിൻ്റെ വളർച്ച സാധാരണ മനുഷ്യ കുഞ്ഞിൻ്റേതുപോലെയായിരുന്നു. യേശു പക്ഷേ അവിടെ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരെ വിസ്മയിപ്പിക്കത്തക്കവണ്ണം വിവേകമുള്ളവനായി തീർന്നത് താൻ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ തന്നെ പാരായണം ചെയ്യുകയും ആരാഞ്ഞറിയുകയും ചെയ്തത് കൊണ്ടായിരുന്നു. യേശുവിൻ്റെ വളർച്ചയിൽ ദൈവത്വത്തിൻ്റെ അത്ഭുതങ്ങളൊന്നും താൻ കാണിച്ചില്ല. താൻ മനുഷ്യർക്ക് വേണ്ടിയാണ്. പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ മുതലാണ് യേശു അത്ഭുതങ്ങൾ ചെയ്തത്. കാനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കിയത് അവൻ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ചെറുപ്പത്തിൽ യേശു കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി അതിന് ജീവൻ നൽകി എന്നൊക്കെ ഉള്ളത് ദൈവവചനം അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. തൻ്റെ വളർച്ചയിൽ
താനൊരു സാധാരണ കുട്ടിയെപ്പോലെ തന്നെ ആയിരുന്നു. തൻ്റെ മനുഷ്യത്വത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. മനുഷ്യരെ പോലെ വിശപ്പും തളർച്ചയും ബലഹീനതയും ക്ഷീണവും ദാഹവും ഒക്കെ ഉള്ളവനായിരുന്നു. യേശുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. കാഴ്ചയിലും യേശുവിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. തൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു. യേശു മരിച്ചു, അതും യേശുവിൻ്റെ മനുഷ്യത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. യേശുവിൻ്റെ മാനുഷികമായ പരിമിതികൾ, താൻ ദുഃഖിച്ചു, കരഞ്ഞു, ഇതൊക്കെയും തൻ്റെ ആ മനുഷ്യത്വത്തിലെ ആ കാര്യങ്ങളെ വളരെ വ്യക്തതയോടെ 100% താൻ മനുഷ്യനായിരുന്നു എന്നുള്ളതിനെ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ നമ്മൾ ഈ ലോകത്ത് യേശുവിനെ പോലെ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കും. ഇവിടെ ആക്കി വച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ യേശുവിനെ നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചു നോക്കാം. സുവിശേഷങ്ങൾ നമുക്ക് കൂടുതൽ ഗൗരവത്തോടെ വായിക്കാം, ശ്രദ്ധയോടെ നോക്കാം. വാക്കുകൾ ഇതിൽ നിന്നൊക്കെയും നമുക്ക് പല ചിന്തകളിൽ നമുക്ക് ലഭിക്കും. അതൊക്കെയും നമ്മളെ ധൈര്യപ്പെടുത്തും. നമുക്ക് വേറെ എവിടാ പ്രതീക്ഷയുള്ളത്? ഈ ലോകത്ത് നമുക്കെങ്ങും ഒരു പ്രതീക്ഷയില്ല. കർത്താവിൻ്റെ ജീവിതം, കർത്താവ് നമുക്ക് മാതൃകയും മുന്നോടിയുമായിട്ടുണ്ട്. കർത്താവ് നമ്മളെപ്പോലെ തന്നെ മനുഷ്യനായിരുന്നു. അവിടുന്ന് എല്ലാത്തിലും നമുക്ക് തുല്യമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെയും നമ്മളെ വളരെ ശക്തീകരിക്കുകയും നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയെ വളരെ 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 വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിനെ നിസ്സാരമായിട്ടെടുത്താൽ നമുക്ക് നഷ്ടപ്പെടുന്നത് കർത്താവിനോടുള്ള ഒരു ഇൻറ്റിമസി ആയിരിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ മനുഷ്യത്വത്തെ കാണേണ്ടതുപോലെ കണ്ടാൽ യേശു നമുക്ക് കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സഹോദരൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമോ?